അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണല്ലോ ഉള്ളത് അല്ലേ? ഒരുപാട് പേരെങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ഒരു സായാഹ്നം പരിപൂർണമായി നമുക്ക് ഉപകാരപ്പെടുന്നതായി തീരട്ടെ. അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി എല്ലാവരുടെയും സപ്പോർട്ട്, സഹകരണം ഉറപ്പുവരുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള ഇരുത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇങ്ങനെയുള്ള ഇരിക്കലുകളിൽ നിന്ന് നമുക്ക് വലിയ എനർജി കിട്ടും. ലോകത്ത് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ യുവാക്കൾക്ക്, യുവതികൾക്ക് ഒക്കെ സാധിച്ചിട്ടുള്ളത് ചെറുതും വലുതുമായ കൂട്ടായ്മകളിലൂടെയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ടാവണം. നമ്മൾ വിജയം ഉറപ്പിക്കുക എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ വിജയം നേടിയെടുക്കാറ്? ആ വിജയം നേടിയെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുക? ഹലോ, വിജയം നേടിയെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? പരിശ്രമിക്കണോ? വേണ്ടേ? ഏതൊരു കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റിയാൽ അതിൽ നമുക്ക് അഭിമാനം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടെങ്കിൽ ഉണ്ടാവും. അങ്ങനെയാണോ? എന്തൊക്കെ കാര്യം കൊണ്ട് നമ്മളൊക്കെ അഭിമാനിക്കാറുണ്ട്? ആർക്കാ ഒന്ന് മുന്നോട്ട് വരാൻ പറ്റുക? നമ്മൾക്ക് അഭിമാനിക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് സാധിക്കും? മൈക്ക് വേണോ? ആർക്കെങ്കിലും ഒരാൾ പറയോ? ഏതെങ്കിലും ഒരാൾ? ഞാൻ എനിക്കറിയണ പേരുകൾ വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ ഒരു ചോയ്സ് എന്നുള്ള നിലക്ക്. ദിയാന എന്ത് കാര്യം കൊണ്ടാണ് അഭിമാനിക്കാൻ പറ്റുക? ഇല്ല, ആയിക്കോട്ടെ, ഇരിക്കുക. താങ്ക് യു. നല്ല മൊബൈൽ ഫോൺ കയ്യിലുണ്ട് എന്ന കാര്യം കൊണ്ട് അഭിമാനിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഐഫോൺ എന്ത് പ്രോ ആണ്? 16 പ്രോ അല്ലേ? അതാരടുത്തൊക്കെയുള്ളത്? ഈ വന്നിരിക്കുന്ന MRCയുടെ വിദ്യാർത്ഥികളുടെ കയ്യിൽ എന്തായാലും 10 ആൾക്കാരുടെ കയ്യിലെങ്കിലും അതുണ്ടാവും ചിലപ്പോൾ. എൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പേരിൽ ഒരു പക്ഷേ നമുക്ക് അഭിമാനമുണ്ടാകാം. പിന്നെ നമ്മൾ നല്ല വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളാണ് എന്നതിൻ്റെ പേരിൽ അഭിമാനമുണ്ടാകാം. MRC പോലെയുള്ള ഒരു മഹല്ലിന് കീഴിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റി എന്ന കാര്യത്തിൽ അഭിമാനമുണ്ടോ? ഉണ്ടോ? ഇത്രയും വിദ്യാർത്ഥിനികളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഒരു കണ്ണിയായി അതിൻ്റെ ഒരു ഭാഗമായി തീരാൻ എനിക്കും പറ്റിയല്ലോ എന്ന കാര്യത്തിൽ കുറച്ചാൾക്കാർക്കൊക്കെ അഭിമാനം ഉണ്ടാവും. കുറച്ചാളുകൾക്ക് ബാക്കിയുള്ളവരൊക്കെ വന്ന് വിളിച്ചപ്പോൾ എങ്ങനെ ഇപ്പോൾ വരാതിരിക്കുക, അങ്ങനെ ഉണ്ടാവാം. ഏതായിരുന്നാലും അഭിമാനങ്ങൾക്ക് പല കാരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും.
ആക്ച്വലി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റേണ്ടത് എന്തിൻ്റെ പേരിലായിരിക്കണം? ഒന്ന് പറഞ്ഞു നോക്കൂ. എന്തിൻ്റെ പേരിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റേണ്ടത്? കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുണ്ടനക്കുന്നുണ്ട്. ഐ ആം പ്രൗഡ് ടു ബി എ മുസ്ലിം. ഞാൻ മുസ്ലിം ആയതിൽ എനിക്ക് അഭിമാനം ഉണ്ട്. മുസ്ലിം ആയതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയാൻ നമുക്ക് കഴിയണം. കാരണം മുസ്ലിമായൊരു വ്യക്തിക്കാണ്, ഒരു പുരുഷനാണ്, ഒരു സ്ത്രീക്കാണ് യഥാർത്ഥ വിജയം ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും ഒക്കെയുള്ള വകുപ്പുള്ളത്. നമ്മൾ കുറച്ച് സമയമാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കിയുള്ള സമയം മുഴുവനും നമ്മൾ വിജയത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്ത് ചോദ്യമല്ലേ? നമ്മളെല്ലാവരും വിജയം ആഗ്രഹിച്ചിട്ടാണ് എന്ത് പണിയും ചെയ്യണത്. സക്സസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം എനിക്ക് വിജയം ലഭിക്കും, ആത്യന്തികമായ വിജയം ലഭിക്കും എന്ന അർത്ഥത്തിൽ എനിക്ക് വലിയൊരു അഭിമാനമുണ്ട്. എവിടെ എത്തിപ്പെട്ടതിൽ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ആണോ? റെസ്പോണ്ട് ചെയ്യുങ്ങൾ. എനിക്ക് വിജയം കിട്ടുന്നതിൽ അഭിമാനമുണ്ട്, സക്സസ് നേടിയെടുക്കുന്നതിൽ അഭിമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ എത്തിപ്പെട്ടതിലാണ് ശരിക്കും നമ്മൾ സന്തോഷിക്കേണ്ടത്, പ്രൗഡ് ഉണ്ടാവേണ്ടത്? ഈ ഇസ്ലാമിൻ്റെ താഴ്വരയിൽ എത്തിപ്പെട്ടതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിയൽ സക്സസ്, യഥാർത്ഥ വിജയം, അതിനെക്കുറിച്ച് നമുക്ക് ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും ഒക്കെ പറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ബാക്കി എന്ത് നേട്ടങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുന്നതോടുകൂടി, നമ്മുടെ ഏതെങ്കിലും ഒരു സംഗതി കുറയുന്നതോടുകൂടി അത് ഇല്ലാതായി, ഫുള്ളി നമ്മൾ ഡിപ്രസ്ഡ് ആയി. പിന്നെ MBBS പൂർത്തിയായി ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസിന് നിൽക്കുമ്പോഴേക്ക് ഒരാളുടെ ലൈഫിൽ മരിക്കൊന്നും വേണ്ട, ജസ്റ്റ് തളർന്നു പോയാൽ മതി. അതുവരെ മുടക്കിയ സംഖ്യ ഒക്കെ നഷ്ടമാണ്, പിന്നെ ഫുള്ള് ഫെയിലിയർ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ ശരിക്ക് ആഗ്രഹിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. എനിക്ക് എവിടെ എങ്ങനെ എന്തു സംഭവിച്ചാലും ശരി, എൻ്റെ സക്സസ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ വിജയം എൻ്റെ കൂടെയുണ്ട് എന്നുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതൊരു ഉറപ്പായ കാര്യമാണ്. ആ വിജയത്തിന് നമ്മുടെ മുമ്പിൽ കൃത്യമായൊരു ഗൈഡൻസ് ഉണ്ട്. എങ്ങനെയാവുമ്പോഴാണ് യഥാർത്ഥ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക? നമുക്ക് നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ്. ഏത് വിജയത്തിൻ്റെയും ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് റൈറ്റ് പാത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ത്രൂ ദ റൈറ്റ് പാത്ത്. ശരിയായ വഴിയിലൂടെ പോകുമ്പോൾ മാത്രമേ വിജയം കിട്ടുള്ളൂ. ആ ശരിയായ വഴി ആരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്? റിയൽ സക്സസ്സിലേക്കുള്ള ശരിയായ വഴി നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ്? ഒരു ഗൈഡ് വേണ്ടേ? എല്ലാത്തിനും നമ്മുടെ മുമ്പിൽ ഗൈഡില്ലേ? യഥാർത്ഥ
വിജയത്തിലേക്കുള്ള നമ്മുടെ ഗൈഡ് ആരായിരിക്കണം? പറയൂ, ആരായിരിക്കണം? ട്രെയിനർമാരാണോ? മോട്ടിവേഷൻ സ്പീക്കേഴ്സാണോ? അവരൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യും. യഥാർത്ഥ വിജയത്തിലേക്കുള്ള നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് അത് സാക്ഷാൽ ഒരു അനിവാര്യ അസ്തിത്വമായിരിക്കണം. നമ്മൾ ഈ ലോകത്തേക്ക് കടന്നു വന്നത് എന്തുകൊണ്ടാണ്? എന്താ അതിൻ്റെ ഉത്തരം? ഞാൻ എന്നൊരു അസ്തിത്വം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും ഇവിടെ അല്ലേ? ബാക്കി അടുത്ത് നിൽക്കണവരൊക്കെ സ്വപ്നം കാണുകയാണോ? നിങ്ങളടുത്തുള്ളത് ഇന്ന ആളാണെന്നൊക്കെയുള്ള സ്വപ്നം കാണുക അല്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. റിയാലിറ്റി അല്ലേ? യെസ്. പക്ഷെ നമ്മളെ പറ്റി ആലോചിച്ചാൽ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം നമുക്ക് വിവരിച്ചു തന്നാൽ, ലോകത്തുള്ള ഏത് മനുഷ്യന്മാർ നമ്മളെ പറ്റിയിട്ട് നമ്മൾ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ? നമ്മൾ, വി, ഐ അല്ലേ? അങ്ങനെ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് ഒരു ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓരോരുത്തരുടെയും മുമ്പിൽ ഒരു ഗൈഡും ഇല്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ ആൻസർ എന്താ? ഞാൻ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കുറച്ച് സമയം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മൾ ആലോചിക്കുക. എല്ലാവരും അവനവനെ പറ്റി ആലോചിക്കണ്ടേ? നമ്മൾ എന്തിനൊക്കെ പറ്റി ആലോചിക്കും? നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണിനെ പറ്റിയിട്ട് ആലോചിക്കും. എന്താല്ലേ ഇതിനകത്തുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഓരോരോ സംവിധാനങ്ങൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് ഇന്നോവേഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലമായി സംസാരിക്കുകയും ചെയ്യും. നമ്മളെ പറ്റിയിട്ട് നമുക്ക് എന്താ ആൻസർ കിട്ടുക? മാക്സിമം പോയാൽ ഞാനിപ്പോൾ എന്തിനുണ്ടായത്? വൈ ആം. ഞാൻ എന്തിനുണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായത് കൊണ്ടുണ്ടായി അല്ലേ? ആണോ? ഞാൻ എന്തുകൊണ്ടുണ്ടായി എന്നതിൻ്റെ ഉത്തരം എന്താണ്? ഉണ്ടായതിനാൽ ഉണ്ടായി. ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്താ? പ്രപഞ്ചത്തെ പറ്റിയിട്ട് ഭൂമിയിൽ നിന്ന് സൂര്യൻ എത്ര കോടി കിലോമീറ്റർ അപ്പുറത്താണുള്ളത്? ഹലോ, എത്ര കോടി കിലോമീറ്റർ അപ്പുറത്താ? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഹലോ, ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ട് നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. എത്രയുടെ കിലോമീറ്റർ? ഓക്കെ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള കിലോമീറ്റർ എത്ര? 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും. അപ്പോൾ ഈ 15 കോടി കിലോമീറ്റർ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലായത്? അത് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ 15 കോടി കിലോമീറ്ററിൻ്റെ കുറച്ച് മേലക്കായ എന്തായിരിക്കും പ്രശ്നം? മേലക്കായി കഴിഞ്ഞാൽ സൂര്യൻ കുറച്ചും കൂടി മുകളിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചൂട് കൂടുവോ തണുപ്പ് കൂടുവോ? ചൂട് കുറയും അല്ലേ? തണുപ്പാകും. ഐസായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല. അതാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ഉത്തരം. ഇനി കുറച്ചിങ്ങോട്ട് താഴത്തേക്ക് വന്നാലോ? അത്യുഷ്ണായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ബിഗ് ബാങ്കിലൂടെ ഭൂമിയിൽ നിന്ന് സൂര്യൻ 15 കോടി കിലോമീറ്റർ അപ്പുറത്താകണം എന്നുള്ളത് വെറുതെ തോന്നിയപ്പോൾ സംഭവിച്ചതാണ് എന്ന് പറയുന്നതാണോ ബുദ്ധി? അതല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഒരു ഡിസൈനറുടെ പ്രത്യേകമായ ഒരു പ്രവർത്തനം ഉണ്ട് എന്ന് വിചാരിക്കുന്നതാണോ ലോജിക്? പ്ലീസ് റെസ്പോണ്ട്. ഏതാ ലോജിക്ക്?
ഏതാ ലോജിക്ക്? ഇനി കുറച്ചുകൂടി അതിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിനേക്കാൾ വിശദീകരണങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. കാരണം ഇത് കുറച്ചങ്ങോട്ട് മുകളിലേക്ക് പോയിരുന്നെങ്കിലോ കുറച്ച് താഴേക്ക് വന്നാലോ പ്രശ്നമാകുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുന്നു. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവണാണ്, നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷെ സയൻസ് പറയുന്നത് എന്താണ്? ഒരു ബിഗ് ബാങ്കിലൂടെ ഇതിങ്ങനെ സംഭവിച്ചു. അവിടെ ലോജിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു ഫോൺ വെറുതെ ഉണ്ടാവാത്ത, ഒരു മൈക്രോഫോൺ വെറുതെ ഉണ്ടാവാത്ത, ഒരു പെന്ന് വെറുതെ, മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവാത്ത, അങ്ങനെ വെറുതെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവൻ പൊട്ടനാണ് എന്ന് പറയുന്ന നമ്മൾ ഈ സംഗതി വെറുതെ ഉണ്ടായി എന്ന് പറയുന്നതിലെ ലോജിക്കില്ലായ്മയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ ഒരു ഗൈഡിൻ്റെ ആവശ്യത്തെ തിരിച്ചറിയേണ്ടത്. വോ ഈസ് ദ ഗൈഡ്? ആരാണ് ആ ഗൈഡ്? നമ്മളല്ല എന്തായാലും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ ഇരിക്കുന്നതിൻ്റെ പ്രസക്തിയൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ടും അത് ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കപ്പെടും. അനീസാറ് ആ കാര്യങ്ങളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾക്കെല്ലാം വൈബാണല്ലോ അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈ ബോഡി മൈ ചോയ്സ്, ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും, ആരാ എന്നോട് ചോദിക്കാനുള്ളത് എന്ന ഒരു പ്രതികരണമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സൊക്കെ നമ്മളോട് അങ്ങനെയാണ് പറയാറുള്ളത്. എന്തിനപ്പം ഇങ്ങനെയൊക്കെ കുറേ നിയമങ്ങളും നിയന്ത്രണങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പം നമുക്ക് കറക്റ്റ് കൃത്യമായി കട്ടൻട്രി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നിയമങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് ഈ പ്രപഞ്ചം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കിയാലും നിയമങ്ങൾ വേണം എന്നത് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിയമങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഒരു മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജനിക്കുന്നത്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലെ ഘടന എങ്ങനെയാണ്? ഒരു ബീജകണവും അല്ലേ അണ്ടവും ചേർന്നിട്ട് 2 സെമി സെൽ കൂടിയിട്ട് ഒരു സെല്ലാകുന്നു അല്ലേ? ഒരു സെല്ല്. ആ ഒരു സെല്ലുമ്മലാണോ നമ്മളിപ്പോഴും നിൽക്കണത്? ആണോ? ഇപ്പം എത്ര സെല്ലുണ്ടാവും? എത്ര ഹൗ മെനി സെൽസ് ഇൻ എ ഹ്യൂമൻ ബോഡി? ഒരു ഹ്യൂമൻ ബോഡിയിൽ എത്ര സെല്ലുകൾ? എത്ര? 2 ലക്ഷം. എത്രയാണ്? നിങ്ങൾ പറയും, ആൻസർ പറയും. 2 ലക്ഷം കോടി സെല്ലുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതെങ്ങനെ വന്നതെന്നറിയോ? 2 സെമി സെല്ലുകൾ ഒന്നായി കൂടിച്ചേർന്ന് ഒന്നായി. നുത്തുഫത്തുൻ അംഷാജ് എന്നാണ് പ്രയോഗം. അത് 2ആയി, 2 4ആയി, 4 8ആയി, 8 16 32 64 128 300 അങ്ങനെ പോയി. എന്നിട്ട് അത്രയും കോശങ്ങളായി. ഒരു കോശത്തിൽ ഉള്ള കോംപ്ലക്സിറ്റിയെ പറ്റിയിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ChatGPT ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്താ സെല്ലിൻ്റെ കോംപ്ലക്സിറ്റി? ഒരു സെല്ലിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അനുഭവിക്കുന്ന സങ്കീർണതയേക്കാൾ വലുതാണ്. എത്ര? ഒരു സെല്ലിൻ്റെ കോംപ്ലക്സിറ്റി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ രണ്ടത്താണി അങ്ങാടിയിൽ ഇപ്പോൾ നാഷണൽ ഹൈവേൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. ഇവിടെ ഈ 6 വരിയും 3 വരിയും ഒക്കെ പാതകളൊക്കെ വരുന്ന സമയത്ത് ഓരോരുത്തർക്കും തോന്നിയ പോലെ വാഹനം ഓടിച്ച് നടക്കാം എന്ന ഒരു കാര്യം ആരെങ്കിലും പുറപ്പെടുവിക്കോ? അങ്ങനെ ഒരു ഡിക്ലറേഷൻ വരുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അവിടെ അതിൻ്റെ സങ്കീർണത മനസ്സിലാക്കിയിട്ടുള്ള ഒരു റൂൾസാണ് അവിടെ നടപ്പിലാക്കുക. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന റൂൾസ് തന്നെ നമ്മൾ നോക്കിയാൽ മതി.
അപ്പൊ അതിസങ്കീർണമാണ് മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘടന എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമാണ്. ആ സങ്കീർണമായ മനുഷ്യ സൃഷ്ടിപ്പിന് എന്തു വേണം? ഒരു കൃത്യമായ റൂൾസും റെഗുലേഷൻസും ഒക്കെ വേണം. ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊക്കെ താളം തെറ്റും. നമുക്ക് വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ആ വിജയത്തിന് എന്തു വേണമെന്ന് മനസ്സിലായി? കൃത്യമായ നിയമങ്ങളും റൂട്ടും വേണം. വിജയിക്കാൻ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ അതിനും ആരും എതിരല്ല. നിയമങ്ങളൊക്കെ നമുക്ക് വേണമെന്നുള്ളതിനും ആരും എതിരല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഓരോ ഇസങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. LGBTQ ആക്ടിവിസം, അല്ലെ, LGBTQIA+, അതിലേക്ക് എന്തൊക്കെ അക്ഷരങ്ങൾ കൂടിയോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, അല്ലെ. ഓരോ ദിവസവും അഡീഷണൽ ഓരോ ജെൻഡറുകളൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ എവിടുന്നാണ് വരുന്നത്? ലിബറലിസം പോലെ പ്രത്യേക ഇസങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ ആ ഇസങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ മനുഷ്യന്മാർക്ക് യോജിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, അത്രയും സങ്കീർണമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സൃഷ്ടിപ്പിലുള്ളത്. എനിക്കും നിങ്ങൾക്കും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ഒരിക്കലും യോജിക്കൂല. ഞാൻ പറയാണ്, എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളത് പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് നാളെ മുതൽ പെൺകുട്ടിയാകണം. അപ്പം ഞാൻ കല്യാണം കഴിച്ചത് ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോഴോ ഞാൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് ഒരു പെണ്ണായിട്ട് അങ്ങനെ ജീവിക്കണം. ഞാനിങ്ങനെ ഫീൽ ചെയ്യുക, എനിക്കിങ്ങനെ ഉള്ളിൽ ഫീൽ ചെയ്യുക. പെണ്ണിന് തോന്നുകയാണ്, ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് ആൺ സുഹൃത്തുക്കളൊക്കെയാണുള്ളത്. അപ്പം എന്നെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നതല്ല, എനിക്കൊരാണായിട്ട് മുന്നോട്ട് പോകണം. ഇതേപോലെ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കും. നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ കാണുന്ന എന്താണ്? പട്ടിയുടെ രൂപം സ്വീകരിക്കുന്ന, അതിനു വേണ്ടി 10 ലക്ഷം 20 ലക്ഷം ഒക്കെ മുടക്കിയിട്ട് സർജറി ചെയ്യുന്ന ആൾക്കാർ. ഇങ്ങനെ മനുഷ്യന്മാർ ഓരോ ആഗ്രഹത്തിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓർക്ക് മാത്രമാണോ അതിൻ്റെ പ്രശ്നം? അല്ല, ഈ ലോകത്തെ മുഴുവൻ വ്യവസ്ഥിതിയെയും അത് ബാധിക്കും. സമൂഹത്തിൽ വലിയ ജീർണതകൾ ഉണ്ടാകും, കുടുംബ വ്യവസ്ഥകൾക്കൊക്കെ വലിയ തകർച്ച ഉണ്ടാകും. വാപ്പാനിമ്മാനിയൊന്നും വേണ്ട, ബാക്കി നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ. അപ്പം അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു ക്ലിയർ സോഴ്സിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഗൈഡൻസ് കിട്ടണം. അപ്പം നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ പ്രാപ്തരല്ല. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വസ്തുവിനും അതിനതിൻ്റെതായുള്ള മാനുവൽ ഉണ്ടല്ലോ, ഇല്ലേ? നമ്മൾ വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ കാറ്റലോഗും മാനുവലും ഒക്കെ ഉണ്ട്. ആ മാനുവൽ എന്തിനാണ്? അത് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. എങ്ങനെ ഉപയോഗിച്ചാലാണത് ആ വാലിഡിറ്റി, ഡ്യൂറേഷനൊക്കെ കറക്റ്റ്, അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ കിട്ടുക എന്നുള്ളത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കാര്യങ്ങളിൽ പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഒരു സ്രഷ്ടാവിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇതിൻ്റെ പിന്നിൽ എന്നെപ്പോലെയല്ലാത്ത, നിങ്ങളാരെയും പോലെയല്ലാത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരെയും, സ്റ്റീഫൻ ഹോക്കിങ്സിനെ പോലെ, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയൊക്കെയുള്ള അതുവരെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ പഠിക്കുന്നു. എന്നാൽ എല്ലാ മനുഷ്യന്മാരുടെയും ഒക്കെ മൊത്തത്തിൽ മനുഷ്യന്മാരെന്നുള്ള നിലക്കുള്ള ലിമിറ്റേഷൻസ് അവിടെ വരുന്നുണ്ട്. ഇതില്ലാത്ത പോസിബിൾ എക്സിസ്റ്റൻസിന് ഉത്തരം കിട്ടേണ്ടതായ ഒരു നെസസറി എക്സിസ്റ്റൻറ്റ് അല്ലേ? അത് ആരാണ്? അതാരായിരിക്കണം? നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സാധനമാണ്. അതാരായിരിക്കണം? അതിൻ്റെതായിട്ടുള്ള സയൻറ്റിഫിക്കൽ വശങ്ങളിലൂടെയും ഫിലോസഫിക്കൽ ആർഗ്യുമെൻസുകളിലൂടെയൊക്കെ നമ്മളതിങ്ങനെ ഉൾക്കൊണ്ട് നോക്കുക. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ ഒരു നെസസറി എക്സിസ്റ്റൻ്റ് വേണം,
ഒരു അനിവാര്യ അസ്തിത്വം വേണം. നമുക്കൊക്കെ ആവശ്യമായ നിയമങ്ങൾ ഒരു സോഴ്സിൽ നിന്ന് കിട്ടണം. നിയമങ്ങൾ വേണം എന്നുള്ളതൊക്കെയാണോ അല്ലേ? അപ്പം ഞാൻ നിയമങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. എങ്കിൽ ആ നിയമങ്ങൾ കിട്ടേണ്ടത് എവിടുന്നാണ്? ഈ അനിവാര്യ അസ്തിത്വത്തിന് ആവശ്യമായ എക്സിസ്റ്റൻഷണൽ ക്വാളിറ്റീസ് ആരെടുത്താണുള്ളത്? അവനിൽ നിന്ന് കിട്ടണം. അപ്പം നമ്മൾ അവിടെയാണ് ഒരു ഗൈഡൻസിനെ പറ്റിയിട്ടുള്ള ചർച്ച പോലും വരുന്നത്. ആ ഗൈഡൻസിലേക്ക് നേർക്ക് നേരെ നമ്മൾ എത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ ആവശ്യകത ഇങ്ങനെ ബോധ്യപ്പെട്ടിട്ട് വരണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു സൃഷ്ടിപ്പ്, ഈ സൃഷ്ടിപ്പിനകത്ത് വേറെ ആരുമല്ല, എനിക്ക് ആര് തരണം? ഒരു ഇങ്ങനെയുള്ള ഒരൊറ്റ ശക്തിയിൽ നിന്ന് അത് വരണം. വൺനെസ് ആയിരിക്കണം, ഡിസിമിലർ ടു ക്രിയേഷൻസ് അല്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടാവേണ്ടത്? അവന് മറ്റൊരാളെപ്പോലെ ഉള്ള ഒരു വ്യക്തിയാണ് എനിക്ക് നിയമം തരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്താണ്? സാമ്യത വരികയാണ്. അവിടെ വൺനെസ് കിട്ടുന്നില്ല, ഏകനാവുന്നില്ല. എന്നാൽ നെസസറി എക്സിസ്റ്റൻ്റ് ആരായണം? ഏകനായിരിക്കണം, എറ്റേണൽ ആയിരിക്കണം, എവർലാസ്റ്റിംഗ്, തുടക്കവും ഒടുക്കവും ഉണ്ടാകാൻ പാടില്ല. അവൻ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം, സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. അവൻ ആരായിരിക്കണം? എക്സിസ്റ്റൻ്റ്. അങ്ങനെ ഒരു അങ്ങനെ ഒരു ശക്തി ഉണ്ടാവണോ? വേണോ? യെസ് ഓർ നോ? നിങ്ങൾ ഇവിടെ ഒന്നല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം, എന്നിട്ട് ആ കാര്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ദിനേന നമ്മുടെയൊക്കെ കാണാതെ അറിയുന്ന ഒരു ഖുറാനിലെ ഒരു സൂറത്തും പിന്നെ കൃത്യമായിട്ട് കാണാതെ അറിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന ആൾക്കും കാണാതെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്തിൽ ഈ എക്സിസ്റ്റൻഷ്യൽ ക്വാളിറ്റീസ് മൊത്തം പറയാം. അതെ, എന്നിട്ട് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം. നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇതാണ് ഖുർആൻ. ഈ ഖുർആൻ എന്താണ്? ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അധിക ഭാഗവും അള്ളാഹിനെ പരിചയപ്പെടുത്തുക. ആ അള്ളാഹുവാണ് നമ്മളോട് ഖുർആനിനെ പറ്റി പറയണത്. നമ്മുടെ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഖുർആനാണ്. നമ്മുടെ ഗൈഡൻസ് ഖുർആനാണ്. ആ ഖുർആൻ നമ്മളെ എത്തിക്കുന്നത് എവിടേക്കാണ്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്ക് മാത്രമേ ഖുർആൻ നമ്മൾ എത്തിക്കുള്ളൂ. നമുക്കൊരു പക്ഷേ ഖുർആനിൻ്റെ നിയമങ്ങൾ നമുക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് അതിപ്പോൾ ശരിയാണോ, അങ്ങനെയൊക്കെ പോയാൽ എനിക്കൊരു വഷളത്തരം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് ഇവിടെ വന്നിരിക്കുമ്പോൾ പോലും പലർക്കും അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ നമ്മളൊരു സക്സസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പടച്ചോൻ പറയാണ്, നിങ്ങൾക്കുള്ള വിജയം ഇവിടെയുണ്ട്, നിങ്ങൾക്കുള്ള വിജയം ഇവിടെയുണ്ട്. നിങ്ങളെന്താ വിജയിക്കാൻ ചെയ്യേണ്ടത്? എന്താണ് നിങ്ങൾ വിജയിക്കാൻ ചെയ്യേണ്ടത്? ഈ ഖുർആനിനെ ഫോളോ ചെയ്താൽ മാത്രം മതി. ഖുർആനെ ഫോളോ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു പടച്ചോന്റെ ഗൈഡൻസിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ആളുടെ പേരാണ് എന്ത്? മുസ്ലിം. പൂർണ്ണമായി, ഞാൻ കുറച്ചേരം കൂടി പറയുള്ളൂ. പൂർണ്ണമായി ഇങ്ങനെയുള്ള ഒരു ഗൈഡൻസിനെ, സക്സസിന് വേണ്ടി എനിക്കൊരു ഗൈഡൻസ് വേണം എന്ന് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉൾക്കൊള്ളണം. ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ ഇനി അടുത്ത സെഷനുകളൊക്കെ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സെഷനുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഖതീബും അതുപോലെ തന്നെ അക്കാഡമി ഓഫ് എക്സലൻസിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള സാബർ നവാസ് സാറ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കണമെന്നൊക്കെ ഉള്ളത്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സക്സസിന് വേണ്ടിയിട്ടാണ്. ഏത് സക്സസ്? റിയൽ സക്സസ്. നമ്മൾ എന്തൊക്കെ വേറെ പിന്നെ നമ്മുടെ വിജയത്തെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്താലും ആ വിജയത്തിനൊക്കെ പരിധിയും പരിമിതികളും ഉണ്ട്. ഒരു പരിധിയും പരിമിതിയുമില്ലാത്ത എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സക്സസിന് വേണ്ടി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഇരുത്തത്തിന് ആവശ്യമായ ഒരു ഗൈഡൻസ്, ആ ഇരുത്തം കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ ആവശ്യമായ ഒരു ഗൈഡൻസ്, ആ ഗൈഡൻസ് അതിൻ്റെ ആവശ്യകതയെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഞാൻ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനാണ് ഖുർആനെ പറ്റി നമ്മൾ പറഞ്ഞത്. ഖുർആൻ എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമാണ്. ഖുർആൻ എന്ന് പറയുന്നത് എനിക്ക് ആവശ്യമാണ്. അത് എന്നെ നല്ലതിലേക്ക് മാത്രമേ നയിക്കുള്ളൂ. ഖുർആൻ എന്നോടൊരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഖുർആനെ ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ആവശ്യമില്ലാത്തതാണ്, അതെനിക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ റസൂല് എന്നോട് പറഞ്ഞത്, ഖുർആൻ എൻ്റെ മുമ്പിൽ വെച്ച നിർദ്ദേശങ്ങൾ,
അത് സമ്പൂർണമായി ഏറ്റെടുക്കുമ്പോഴാണ് ഞാൻ ആരാവുക? ഞാനൊരു മുസ്ലിമായി തീരുക. മുസ്ലിമിനാണ് ഫുൾ സക്സസ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ എന്ത് ചെയ്യണത്, എല്ലാ ജുമാ ഖുത്തുബകളിലും ഒക്കെ നമ്മൾ ആയത്ത് കേൾക്കുന്നത്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിപ്പിക്കരുത്, മരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകരുത് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. തവഫനി മുസ്ലിമീന വൽഹിഖ്നി ബിസ്വാലിഹീൻ എന്നൊക്കെ നമ്മൾ പറയും. ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ആ ഇസ്ലാമിൽ നമുക്ക് എന്തുണ്ടാവണം? സംതൃപ്തി ഉണ്ടാവണം. ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം വന്നതന്നെ എങ്ങനെയാണ്? സലാമിൽ നിന്നാണ്. സിൽമ് എന്ന ധാതുവിൽ നിന്നാണ് ഇസ്ലാം ഉണ്ടായത്. എന്താ? സമാശ്വാസം, സമാധാനം, കീഴ്പ്പെടൽ, അനുസരിക്കൽ, പൂർണ്ണമായി അള്ളാഹുവിനെ നമ്മളങ്ങോട്ട് സമർപ്പിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയാം. അങ്ങനെ ഇസ്ലാമിലേക്ക് എവിടെങ്കിലും നമ്മളിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ തോണ്ടി തേച്ച് പോയാൽ പോരാ. ഞാൻ എന്താ പറഞ്ഞ്? കുറച്ച് തോണ്ടി തേച്ച് പോയാൽ പോരാ. ഞാൻ പറയണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇസ്ലാമിലേക്കുള്ള പൂർണ്ണമായ പ്രവേശനത്തിന് എനിക്കും നിങ്ങൾക്കും കാരണമാകണം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നല്ല ഞാൻ പറയണത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കാൻ നമുക്ക് ഈ സംസാരവും, നമ്മൾ ഈ സംസാരത്തിൻ്റെ ഭാഗമായി, ഈ ഹിൻസിൻ്റെ ഭാഗമായി നമുക്ക് എലാബറേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസറുകളും നമുക്ക് ഹേതുവാകണം. എങ്ങനെ നമ്മൾ ഇസ്ലാമാകണ്ട്? എനിക്ക് താല്പര്യമുള്ളവർക്ക് ഇസ്ലാമാകാം. എൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ കുറച്ച് കംഫേർട്ട് ഇസ്ലാം ആകാതെക്കുമ്പോഴാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ ഗേൾസ്? ഇതൊരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആയി കണ്ടാൽ മതി, ആരും ഉത്തരമൊന്നും പറയണ്ട. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ MRCയുടെ ഭാഗമായി നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഐ ആം പ്രൗഡ് ടു ബി എ മുസ്ലിം, ഞാൻ ഇസ്ലാം ആയതിൽ, മുസ്ലിം ആയതിൽ എനിക്ക് അഭിമാനമുണ്ടെന്ന് പറയാൻ പറ്റണമെങ്കിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ സമ്പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക. ഞാൻ വാപ്പാനിമ്മാനി അനുസരിക്കാൻ എനിക്ക് പറ്റൂല, അവിടെ എനിക്ക് ഇസ്ലാം ഒന്ന് ഒഴിവാക്കി തരണം ഉസ്താദേ, അല്ലെങ്കിൽ സർ എനിക്ക് അവിടെ ഒന്ന് ഇസ്ലാമിനെ ഒന്ന് ഒഴിവാക്കി തരും, ബാക്കി എല്ലാ പ്രവർത്തനത്തിനും ഞാൻ കൂടാം. അങ്ങനെ ഉണ്ടോ? ഇല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എവിടെയൊക്കെ നമ്മൾ ജീവിക്കുന്ന എല്ലാ മേഖലയിലും എന്തുണ്ട്? ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിലേക്കൊക്കെ നമ്മൾ സമ്പൂർണ്ണമായി ഇറങ്ങി ചെല്ലുകയും വേണം. അങ്ങനെ ഇറങ്ങി ചെല്ലാത്ത പാർട്ട് അത് ആരുടെ സപ്പോർട്ടോടു കൂടി വരുന്നതാണെന്നും അതേ ആയത്തിൽ പറയുന്നു. വലാ തത്തബിഊ ഖുതുവാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവായ പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. അപ്പോൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്തവൻ ആരുടെ കാലടിയാണ് പിന്തുടരുന്നത്? ആരുടെ ഖുതുവാത്ത്? പിശാചിന്റെ ഖുതുവാത്താണ് പിന്തുടരുന്നത്. എനിവേ, നമുക്ക് ജീവിതത്തിൽ ഉറച്ച വിജയം, ഒരു സംശയമില്ലാത്ത വിജയം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്താൽ വേറെ ഒന്നും നമുക്ക് ഉറപ്പുള്ള വിജയമാണെന്ന് പറയാൻ പറ്റൂല. അപ്പം നമുക്ക് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ എന്ത് ചെയ്യണം? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിജയത്തിൻ്റെ തിളക്കം കൂടണം. ഇവിടെയുള്ള കുറേ സംഗതികൾ നമുക്ക് ത്യജിക്കേണ്ടി വന്നാൽ ഒരു ത്യാഗമില്ല കേട്ടോ. നമ്മൾ ഇസ്ലാമായിട്ട് നടക്കുന്നതിൽ ഒരു ത്യാഗമില്ല, അത് നമുക്ക് തോന്നുക മാത്രമാണ്. ചില കുട്ടികളൊക്കെ ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നുണ്ടാകും, ഈ ഇപ്പോൾ ആ ക്ലാസ്സിനൊന്ന് പോയപ്പോൾ ഒന്ന് ഉഷാറാകാൻ നോക്കുകയാണല്ലേ. അങ്ങനൊന്നും ഉഷാറാകണ്ട, നമുക്ക് ഇവിടെ ജാളി മളിയായിട്ട് നടക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ മുമ്പിൽ. പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് കൃത്യമായി നമ്മൾക്ക് ഈ ലോകത്ത് നിന്നുള്ള ഒരു ലൈഫ് അവസാനിക്കുന്നതോടുകൂടിയാണ് ഹിയർ ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു പാരത്രിക ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ പാരത്രിക ലോകത്തിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നന്നായി ഇവിടെ ജീവിക്കാന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞത്. അപ്പൊ ഡ്രസ്സ് നമുക്കൊരു പരീക്ഷണമാണ്, നമ്മുടെ വാക്കുകൾ നമുക്കൊരു പരീക്ഷണമാണ്, നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു പരീക്ഷണമാണ്, നമ്മുടെ കൾച്ചർ നമുക്കൊരു പരീക്ഷണമാണ്, നമ്മുടെ മേക്കപ്പ് നമുക്കൊരു പരീക്ഷണമാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും ആലോചിക്കണം. അങ്ങനെ
എന്നിട്ട് വിജയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്തു വരിക. മത്സരിക്കാൻ നമ്മളോട് പറഞ്ഞത് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സജീവമായി സക്രിയമായി ഈ മഹല്ലിന് കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാം. ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകുന്നതിനിടയിൽ നല്ല ഒരു മാതൃക സൃഷ്ടിച്ചിട്ട് ബി റോൾ മോഡൽ, നമ്മൾക്ക് റോൾ മോഡലാകാൻ കഴിയണം. നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടേതായിട്ടുള്ള മറ്റു എല്ലാ മേഖലയിലും നമ്മളെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത രൂപത്തിൽ, നമ്മളെ കണ്ടാൽ ഒരു ഐഡൻറ്റിറ്റി ഫീൽ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകളെ പറ്റിയിട്ടൊക്കെ ഇൻഷാ അല്ലാഹ് ഡിസ്കഷൻ വരും. നിങ്ങൾ കൂടി ഭാഗവാക്കായിട്ടാണ് ഈ കാര്യങ്ങൾ പോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും നന്നായി നമ്മുടെ MRCയുടെ അടുത്ത സ്റ്റുഡൻസ് സ്ട്രെങ്തനിങ്ങിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും, ഇത് പ്രോഗ്രാമുകളൊക്കെ ഓർഗനൈസ് ചെയ്യേണ്ടതും അത് കണ്ടക്ട് ചെയ്യേണ്ടതും അതിലേക്ക് ആളെ കൊണ്ടുവരലും എല്ലാ കാര്യങ്ങളും ഇനി ഈ ഒരു കൂട്ടായ്മയാണ്. ഇത് കുറേ വയല് പറയാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ച ഒരു വേദിയുമല്ല. എല്ലാ നിലക്കും നമുക്ക് ആവശ്യമായൊരു എനർജിയാണ് ഇവിടെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഈ എനർജി വെച്ചിട്ട് ഈ അവധിക്കാലത്തും അത് കഴിഞ്ഞിട്ടുള്ള നിരന്തരമായ നമ്മുടെ ഇടപെടലുകളിലൂടെയൊക്കെ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയണം. ഇവിടെയുള്ള ഭാരവാഹികളൊക്കെ നിങ്ങളിലാണ് പ്രതീക്ഷ വെക്കുന്നത്. ഇപ്പോൾ MRCയുടെ ഭാഗമായിട്ടുള്ള 6 ഏരിയകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഏരിയകളിലും മൊത്തത്തിൽ MRCക്ക് കീഴിലുമൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പുതിയ കാലത്ത് പ്രത്യേകിച്ചും പറ്റേണ്ടുന്ന കുറേ പരിപാടികളുണ്ട്. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇസ്ലാമിൽ അഭിമാനം കൊണ്ടുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലേക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിനൊക്കെ എല്ലാവരും കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശങ്ങൾ നൽകും. നിങ്ങളുടെ പരിപൂർണമായ ഒരു സഹകരണം ഈ പ്രോഗ്രാമിനും തുടർന്നുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിർത്തേന കയ്യടി ഒന്ന് ശരിക്കടിക്കേ. എന്തോ ജീവനില്ലാത്ത ക്ലാപ്പ് ഒന്ന് ഉഷാറാക്കി. ചായ അടിക്കാത്ത പ്രശ്നമുണ്ടല്ലേ? ചായ എത്രയും പെട്ടെന്ന് റെഡിയാക്കണട്ടോ. അതിങ്ങനെ മുന്നോട്ട് ഒരടി മുന്നോട്ട് പോകില്ല. ചായ വേണോ? ചായ ചോറാണോ? വേണ്ടല്ലോ. മന്തി ഇഷ്ടമല്ലല്ലോ. അബിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ മന്തി ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിക്കേ. മന്തി ഇഷ്ട? മന്തിക്ക് അന്ന ഇഷ്ടമാണോ? നിൽക്കടോ. ഓൾ സ്റ്റാൻഡപ്പ് ആൻഡ് ഓൺ സ്റ്റാൻഡപ്പ്. അപ്പോൾ ആൺകുട്ടികളായി പെൺകുട്ടികളായി. ഓൾ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഓള് ഗേൾസ് മാത്രം, ഓൺ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ ബോയ്സ് മാത്രം. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ബുദ്ധിയില്ലാത്തവരൊക്കെ ഇരുന്നോളി. ബുദ്ധിയില്ലാത്തവരൊക്കെ ഇരിക്കടോ. സ്വന്തമായിട്ട് ബുദ്ധിയില്ലാത്തവരൊക്കെ ഇരുന്നോളി. ഒരു അനുസരണമില്ലല്ലോ. ഇരിക്കേ. ബുദ്ധിയില്ലാത്തവരൊക്കെ ഇരിക്കേ. അനുസരണമില്ല. എന്നാ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇരുന്നോളി. നരകത്തിൻ്റെ ആൾക്കാർ മാത്രം നിൽക്കുക. ആരുമില്ലേ? അപ്പോൾ നരകം കാലിയാവോ അങ്ങനെ ആയാൽ? എടാ, ഈ ഐഫോണൊക്കെ ഉള്ള ആൾക്കാരുള്ളത് ബോയ്സ്, നമുക്ക് റീൽസ് ഉണ്ടാക്കാൻ 2 ആൾക്കാരെ വേണം നമ്മളെ മീഡിയ കമ്മിറ്റിക്ക്. ആരങ്ങനെ? റെഡ്മിയാ? എന്തായാലും മതി. നല്ല ഫോണുള്ള ഇത് എടുത്ത് പരിചയമുള്ള ആൾക്കാർ റീൽസ് എടുക്കാൻ പറ്റിയ നമ്മളെ IT കമ്മിറ്റിക്ക് 2 ആൾക്കാരെ വേണം. ആരാള്? നമ്മളെ KK കോട്ട ടീമൊക്കെ അല്ലേ? എവിടെ സാധനം? വണ്ടിയില്ലേ? സാധനമില്ലേ? ക്യാമറ ഇല്ല? ആരത്തെ മൊബൈലില്? എവിടെ? ജോ എല്ലാത്തിലുണ്ടല്ലോ. എനിക്കൊരു സൈലൻസർ വെക്കണം ആദ്യം, എന്നാലേ ക്ലാസ് വരെയൊക്കെ മുന്നോട്ട് പോകുള്ളൂ. ഒരു സൈലൻസർ ഇവിടെ കിട്ടുമോ? നമുക്കിപ്പോൾ ക്ലാസ് എടുത്ത ലുക്കുമാൻ സാറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എത്ര കൊടുക്കാം റിവ്യൂ? ഔട്ട് ഓഫ് 5 പോരല്ലേ?
5-ൽ എത്ര കൊടുക്കാൻ പറ്റുമോ? ഒന്നും കൊടുക്കണ്ടേ? മഹാപിസ്കന്മാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഗതി വരും കേട്ടോ നാളെ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോയി. എത്ര കൊടുക്കുക? ഒരു 4.5 കൊടുക്കുമോ? പക്ഷെ താഴത്തേക്കാ മേലക്കാ എത്ര കൊടുക്കുക പറയും, ഇല്ലെങ്കിൽ ഒപ്പര് പോവില്ല. ആയിക്കോട്ടെ ലുക്മാൻ സാറ്, നിങ്ങളെന്തായാലും കൊടുക്കണമെങ്കിൽ നമ്മൾ MRC കമ്മിറ്റി ഒരു സമ്മാനം കൊടുക്കുകയാണ്. സമ്മാനം കൊടുക്കാൻ വേണ്ടി MRC കമ്മിറ്റിയുടെ ട്രഷറർ മുഹമ്മദ് ഹുസൈൻ സാറിനെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കാൻ വേണ്ടി ലുക്മാൻ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഒരു സ്ലോ മോഷനിൽ BGM ഒക്കെ ഇട്ട് വരും. സാധനം ഇവിടെ ഉണ്ട് സാർ, നിങ്ങൾ കയറിക്കോളെ, നിങ്ങൾ കയറിയോ സാർ? മാഷേ അടിക്കട കച്ചി. ആ ചെടി ഒരു വലിയ മരമായി വരുന്നത് പോലെ MRCയിൽ നമ്മൾ തുടങ്ങുന്ന ഈ സ്റ്റുഡൻസ് വിങ് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറും. നമുക്കെല്ലാവർക്കും എല്ലാ നിലക്കുള്ള കഴിവുകളും സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കരിയറും ലൈഫൊക്കെ സെറ്റാക്കാവുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വളരെ രസകരമായ ഒരുപാട് പരിപാടികൾ നമുക്ക് നടത്തണം. നിങ്ങൾ തന്നെ തീരുമാനിച്ച് നടത്തണം. അതിനാണ് നമ്മൾ MRCൻ്റെ ഇദ്രാക്ക് പരിപാടി നടത്തിയിട്ടുള്ളത്. നമ്മൾ ഓക്കെ അല്ലേ എല്ലാവരും? ഞാൻ നമ്മുടെ ഇതിൻ്റെ മുതലാളി ലിതയിലേക്ക് തിരിച്ചു വരുന്നു. ലിത കമൽ, ഇവളെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് പരിപാടി? ആങ്കറിങ്ങൊക്കെ ശരിയായിക്കോളൂല്ലേ? എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കുക. സാറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു 2 ചാൻസ് ഉണ്ട്. 2 ആൾക്കാർക്ക് വന്നിട്ട് സാറിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 ആൾക്കാർ ആർക്കെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ സാറിനോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കുക. 2 ആൾക്കാർക്കേ ചാൻസ് ഉള്ളൂ. ആരാച്ച എണീച്ചോളി. പറയണ ആരുമില്ല? ആർക്കെങ്കിലും റിവ്യൂ പറയണോ? സാറിൻ്റെ ക്ലാസ്സിൻ്റെ അഭിപ്രായം? ആരുമില്ല? ഒരു ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഡൗട്ട്? ഇല്ലല്ലോ. അടുത്തേക്ക് പോവാം. അപ്പം അടുത്ത സെഷന് മുന്നായിട്ട് ഒരു ചെറിയ ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മെഹ്റാബിൻ സീനെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. അഞ്ചു നേരം കൈകൾ നീട്ടി റബ്ബേ ഞാനിതാ നെഞ്ചുരുക്കത്താലേ നിന്റെ മുൻപിൽ വീണിതാ. കെഞ്ചിടുന്നെൻ തേട്ടമെല്ലാം കേൾക്കൂ നീ സദാ. കനിവൊഴുക്കി കൽബിൽ നിന്നും തീർക്കണേ വ്യഥ. അഞ്ചു നേരം കൈകൾ നീട്ടി റബ്ബേ ഞാനിതാ നെഞ്ചുരുക്കത്താലേ നിന്റെ മുൻപിൽ വീണിതാ. കിഞ്ചിടുന്നെൻ തേട്ടമെല്ലാം കേൾക്കൂ നീ സദാ. കനിവൊഴുക്കി കൽബിൽ നിന്നും തീർക്കണേ വ്യഥ. 6 നാൾ കൊണ്ടാലമാകി തീർത്ത നായക ആരുമില്ലാത്തോ
കൊഞ്ചിടുന്നിൻ തീട്ടമെല്ലാം കേൾക്കൂ നീ സദാ. കനിവൊഴുക്കി കൽബിൽ നിന്നും തീർക്കണേ വ്യഥ. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വൈബ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മലയാളം എന്താണെന്നറിയോ? ആർക്കും അറിയില്ലേ? ആർക്കും അറിയില്ല? അനുഭൂതി എന്നാണ് വൈബ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് അനുഭൂതിയുടെ കാലമാണ്. നമ്മൾ എന്ത് കിട്ടിയാലും എങ്ങനെയും വൈബാക്കാം, ലൈഫ് എങ്ങനെയും വൈബാക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ലൈഫ് എങ്ങനെ വൈബാക്കാം എന്നുള്ള ടോപ്പിക്കിൽ നമ്മോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് ഗവൺമെൻറ് ലോ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അനീസ് സാറിനെ ഞാൻ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. പേരെന്താ? പേര് ഫസൽ. ഓക്കെ, യെസ്, ഞാൻ ഒരാളെ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ, ഫസൽ. എല്ലാവരും പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്, സമയമില്ല. നിങ്ങൾ ചായ വരും കേട്ടോ, ചായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കാം. അതിനായിട്ട് ഞാൻ പറയാം, ഞാൻ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ ചായ പോകരുത് കേട്ടോ. എവിടെയെങ്കിലും ഐസ്ക്രീം എന്നുള്ള വാക്ക് വരികയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, വീണ്ടും ഇരിക്കണം. ക്ലിയർ ആയോ? ഞാൻ സംസാരിച്ച് വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഐസ്ക്രീം എന്നുള്ള വാക്ക് വരികയാണെങ്കിൽ ഒന്ന് എഴുന്നേൽക്കുക, അപ്പം തന്നെ ഇരിക്കും ചെയ്യണം, ഏതൊക്കെ നിൽക്കരുത്. ക്ലിയർ അല്ലേ? നിർദ്ദേശം ക്ലിയർ ആണോ ബോയ്സ്? ഓക്കെ അല്ലേ? നിർദ്ദേശങ്ങൾ ക്ലിയർ അല്ലേ? ഞാൻ സംസാരിച്ച് വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഐസ്ക്രീം എന്നുള്ള വാക്ക് കേട്ടാൽ അപ്പം എഴുന്നേൽക്കണം, ഓൺ ദ സ്പോട്ട് ഇരിക്കും വേണം, എഴുന്നേറ്റ് നിൽക്കരുത്. എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കരുത്. റെഡി? ക്ലിയർ അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ആകെ പരിചയപ്പെട്ടത് ഫസലിനെ മാത്രമാണ് ഇവിടെ. ഫസലിന് ഐസ്ക്രീം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഫസൽ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞു. ഉമ്മ, നീ എഴുന്നേറ്റില്ലേ? അല്ലേ? ഉമ്മ പറഞ്ഞു ഐസ്ക്രീം കഴിക്കണമൊക്കെ ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ, കഴിക്കണ്ടല്ലോ. നീ എന്താ എഴുന്നേറ്റുന്നത്? കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഫസൽ വാശി പിടിച്ച് എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ ഫസൽ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ ഉമ്മ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 50 രൂപ കൊടുത്തു. ഫസൽ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടത്താണി, ആരും എണീക്കണല്ലോ അതൊക്കെ, രണ്ടത്താണി അങ്ങാടി എത്തിയിട്ട് ഒരു ഐസ്ക്രീം കടയുടെ മുമ്പിലെത്തി. അവിടെ ഐസ്ക്രീം കടയിലെ ഐസ്ക്രീം വിൽപ്പനക്കാരനോട്, ഇപ്പം ചായ വന്നിട്ടുണ്ടല്ലേ, ഐസ്ക്രീം വിൽപ്പനക്കാരോട് ചോദിച്ചു, ഇവിടെ എന്ത് ഐസ്ക്രീമാണ് ഉള്ളത്? എന്ത് ഐസ്ക്രീം ഉള്ളത്? അപ്പോൾ അവർ പറഞ്ഞു അവിടെ വാനില ഐസ്ക്രീം ഉണ്ട്, പിസ്ത ഐസ്ക്രീം ഉണ്ട്, സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്, ചോക്ലേറ്റ്. ഒക്കെ നിന്നോ? യെസ്, ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണോ? രണ്ടത്താണിയിലെ MRCയിലെ മിടുമിടുക്കന്മാരായ 200ഓളം കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ എത്രമാത്രം ഏബിളാണെന്ന് നോക്കട്ടെ. റെഡി? എത്രമാത്രം ബുദ്ധി ഉണ്ട് നോക്കട്ടെ. അതിപ്രഗത്ഭരായ ഭാവിയിലെ വാഗ്ദാനങ്ങളായ ധാരാളം ആളുകൾ ഉണ്ട് എന്നൊക്കെ സാബിർ നവാസ് സാർ എന്നോട് പറഞ്ഞത്. നിങ്ങൾ ബുദ്ധി പരീക്ഷിക്കട്ടെ. ഷാൽ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ? ബുദ്ധി ഉണ്ടോ നോക്കട്ടെ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കാൻ പോകട്ടോ. ഫസ്റ്റ് വളരെ ശ്രദ്ധിച്ചോ, എൻ്റെ ചോദ്യത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഉത്തരം കിട്ടും. ചോദ്യം റിപ്പീറ്റ് ചെയ്യില്ല, വളരെ ശ്രദ്ധിച്ചോ. ചോദിക്കട്ടെ? ഒരു സബ് ഇൻസ്പെക്ടർ, ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ, അദ്ദേഹം ജീപ്പിൽ ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഇത്രയും കിട്ടിയോ? ക്ലിയർ ആയില്ലേ? അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അടുത്തുകൂടെയാണ് അദ്ദേഹം പോകുന്നത്. ക്ലിയർ? ആ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരാളുടെ മരണവെപ്രാളത്തോടെയുള്ള കരച്ചിൽ സബ് ഇൻസ്പെക്ടർ കേട്ടു. അപ്പൊ അദ്ദേഹം നേരെ ജീപ്പ് ആ ശബ്ദം കേട്ട കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് പോയി.
ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. താഴെ നിലയുണ്ട്, മുകളിൽ നിലയുണ്ട്. താഴത്തെ നിലയുണ്ട്, ഒന്നാം നിലയുണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് സബ് ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് ജീപ്പ് ഓടിച്ചു. അവിടെ വണ്ടി നിർത്തി. നേരത്തെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിക്കയറി. അപ്പം താഴത്തെ നിലയിൽ ഒരാള് കത്തി കൊണ്ട് കുത്തേറ്റ് നെഞ്ചത്ത് നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മരണാസന്നനായ ഒരാള്. അയാളാകെ പെടയാണ്, സംസാരിക്കാൻ കഴിയുന്നില്ല. എസ് ഐ നേരെ അയാളടുത്ത് എന്ന് ചോദിച്ചു, എന്താ സംഭവിച്ചു ചോദിച്ചു. പക്ഷെ അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അദ്ദേഹം ഉള്ളത്. ഒന്നും പറയാൻ പറ്റുന്നില്ല. എസ് ഐ വീണ്ടും ചോദിച്ചു, ആരാ കുത്തിയത്? കാരണം എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയല്ല. അപ്പോൾ എസ് ഐ വീണ്ടും ചോദിച്ചു, ആരാ കുത്തിയ ഒരാളെ പേര് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അയാൾക്ക് പേര് പറയാൻ പറ്റില്ല. ആൾ പറഞ്ഞു, അവൻ എന്നെ കുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എസ് ഐ വീണ്ടും ചോദിച്ചു, ആരാ കുത്തിയത്, ആരാണ് കുത്തിയത്? വീണ്ടും വീണ്ടും കുലുക്കി ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ മരിച്ചും പോയി. ഞാൻ ഒന്നും റിപ്പീറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ എസ് ഐ കൊലയാളിയെ കണ്ടെത്തണമല്ലോ. നിങ്ങൾ എത്രമാത്രം ബുദ്ധിയുള്ള ആൾക്കാരെ നോക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ? കണ്ടെത്താണെങ്കിൽ ചെറുപ്പക്കാർ എത്രമാത്രം ഉണ്ടെന്ന് അറിയണ്ടേ? ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും. എസ് ഐ നേരെ ആ താഴത്തെ നിലയിൽ വേറെ ആരുമില്ല, മരണപ്പെട്ട ആളും എസ് ഐയും മാത്രമേ ഉള്ളൂ. മുകളിലത്തെ നിലയിൽ കയറി. മുകളിലത്തെ നിലയിൽ കയറിയപ്പോൾ മുകളിൽ രണ്ടാളുണ്ട്. അവരുടെ കയ്യിൽ രക്തം പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ കയ്യിൽ യാതൊരു ആയുധങ്ങളൊന്നുമില്ല. വളരെ മാന്യമായി വസ്ത്രം ധരിച്ച രണ്ടാളുകൾ. ഒരാൾ ഡോക്ടറായിരുന്നു, ഒരാൾ അഡ്വക്കേറ്റ് ആയിരുന്നു. വേറെ ആരും അങ്ങോട്ട് വന്നിട്ടില്ല, വേറെ ആരും അവിടെ നിന്ന് പോയിട്ടില്ല. ഈ മുകളിൽ രണ്ടാൾ ഒരാളായിരിക്കും മിക്കവാറും. രണ്ടാൾ ശരീരത്തിലും ഒരു രക്തത്തിന്റെ പാടില്ല, മൽപ്പിടുത്തത്തിന്റെ പാടില്ല, ഒരു കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്ന ഒന്നുമില്ല. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ അഡ്വക്കേറ്റ് ആണ്. എസ് ഐ നേരെ പോയിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തു. വിത്തൗട്ട് ആസ്കിങ് ഹിസ് നെയിം, പേര് പോലും ചോദിക്കാതെ എസ് ഐ അതിനകത്ത് ആ രണ്ടാളില് ഒരാളെ പിടിച്ചു അറസ്റ്റ് ചെയ്തു. അയാളായിരുന്നു കുത്തിയത്. ചോദ്യം, എങ്ങനെയാണ് പേര് പോലും ചോദിക്കാതെ നേരത്തെ മുൻപരിചയമില്ലാതെ ആ രണ്ടാളെന്ന് ഒരാളാണ് കുത്തിയത് എന്ന് എസ് ഐക്ക് മനസ്സിലായത്? എവിടെ തോറ്റോ? ഇത്ര കൊള്ളൂല്ലേ? വരട്ടെ. അവിടെ നിന്ന് ഞാൻ എഴുതാം. അവൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അവൻ? എന്താ അവൻ, എന്താ കുഴപ്പം? അവൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? പറഞ്ഞോ. അവൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഡോക്ടറുടെ പേര് അവനല്ല, ഡോക്ടറുടെ പേര് അവൻ എന്നാണ്. യെസ്. വൈ ഡോക്ടർ? എന്തുകൊണ്ട് ഡോക്ടർ? ഡോക്ടർ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ ഡോക്ടർ എന്ന് പറഞ്ഞു, എന്തുകൊണ്ട് ഡോക്ടർ? വൈ ഡോക്ടർ? മോനെ പറഞ്ഞോ. യെസ്. മോനെ പേരെന്താണ്? മിഷാൽ ഉത്തരം പറഞ്ഞു. അയാളുടെ മരണമൊഴി എന്താ? വാട്ട് വാസ് ഹിസ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? വാട്ട് വാസ് ഹിസ് ഡൈയിങ് ഡിക്ലറേഷൻ? അയാൾ അവസാനം പറഞ്ഞ വാക്കെന്താ? അവൻ മാത്രമല്ലല്ലോ പറഞ്ഞേ. ശ്രദ്ധിക്കണ്ടേ? അയാൾ ലാസ്റ്റ് പറഞ്ഞ വാചകം എന്താ? മരണപ്പെട്ട ആള്, അവൻ എന്നെ കുത്തി. ഉറപ്പാണല്ലോ, ഇതല്ലേ പറഞ്ഞത്? ശ്രദ്ധിച്ചില്ലേ? അവൻ എന്നെ കുത്തി. അപ്പൊ ഒരു കാര്യം ഉറപ്പാണല്ലോ, കുത്തിയാള് ആണാണല്ലോ. മുകളിലിരിക്കുന്ന ആരാ? ഒരു ഡോക്ടറും ഒരു അഡ്വക്കേറ്റും. ഡോക്ടർ ആണായിരുന്നു, അഡ്വക്കേറ്റ് പെണ്ണായിരുന്നു. ഡോക്ടർ ആണായിരുന്നു, അഡ്വക്കേറ്റ് പെണ്ണായിരുന്നു. അപ്പൊ എസ് ഐക്ക് അറിയാം കുത്തിയാള് അവനാണെന്ന് അറിയാം, ആണാണെന്ന് അറിയാം. അവിടെ മുകളിൽ ആണും പെണ്ണുമാണ്. എന്റെ ചോദ്യം എന്റെ ഇടത് ഭാഗത്തിരിക്കുന്ന ഈ മക്കളെ നയിച്ചിരിക്കുന്ന ഇത്രയും പെൺകുട്ടികളോടാണ്, ഇവരോടല്ല. എന്റെ ചോദ്യം നിങ്ങളോടാണ്. മുകളിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് എന്നും മുകളിൽ ഒരു ഡോക്ടർ ഉണ്ട് എന്നും പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കണ്ടത് ആണിനെയാണോ പെണ്ണിനെയാണോ? പറഞ്ഞോ നിങ്ങൾ.
ഈ ഇരിക്കുന്ന ആളുകളോടാണ് ചോദ്യം. മുകളിൽ ഡോക്ടർ ഉണ്ട് എന്നും മുകളിൽ അഡ്വക്കേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ടത് അത് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ? വാട്ട് വാസ് യുവർ വിഷ്വൽ ഇമേജ് ഇൻ യുവർ മൈൻഡ്? എന്തായിരുന്നു? ആണ്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതാണ് നമ്മൾ വളരുന്നതിനുള്ള പ്രശ്നം. അതാണ് ഒരു ഡോക്ടർ എന്ന് എത്രയോ, നിങ്ങൾ രണ്ടത്താണിയുടെ പരിസരത്ത് നോക്ക്, ഈ പഞ്ചായത്ത് നോക്ക്, എത്രയോ വനിതകൾ ഡോക്ടർമാരുണ്ടാവില്ലേ? ഈ ചുറ്റുഭാഗത്ത് എത്രയോ വനിതകൾ ജഡ്ജിമാരുണ്ടാവില്ലേ? അഡ്വക്കേറ്റുമാരുണ്ടാവില്ലേ? എത്രയോ സ്ത്രീകൾ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടില്ലേ? ഫാത്തിമ ബീവി സുപ്രീം കോടതി ജഡ്ജായിട്ടില്ലേ? എന്തേ ഡോക്ടർ എന്നും എന്തേ അഡ്വക്കേറ്റ് എന്നും കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആണിന്റെ ചിത്രം വന്നത്? അവിടെയാണ് എന്തോ പ്രശ്നമുള്ളത്. തിങ്കിങ്ങിലുള്ള പ്രശ്നം വന്നത് അതുകൊണ്ടാണ്. അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആണിന് ചിത്രമാണോ പെണ്ണിന് ചിത്രമാണോ വരിക? രാവിലെ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആര് ചിത്രം വരും? ഇതാണ് പ്രശ്നം. ഇവിടെ നമ്മുടെ വളർച്ചയ്ക്ക് ആരാണ് പരിമിതികൾ ഉണ്ടാക്കുന്നത്, പരിധികൾ ഉണ്ടാക്കുന്നത്? ഇതാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒക്കെ തലവൽക്കുന്നുണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരാളും വേണ്ടി ഉണ്ടായില്ല. നല്ല ബുദ്ധി വേണം. തിങ്കിങ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ്. സാധാരണ ചിന്തിച്ചാൽ കിട്ടൂല. സാധാരണ ആളുകൾ ചിന്തിക്കാതെ രൂപത്തിൽ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. പറയട്ടെ, ഒരു ക്ലബ്ബ്, ആ ക്ലബിലെ മെമ്പർഷിപ്പ് ഫീസ് 1 lakh rupees ആണ്. അതായത് ഹ്യൂജ് എമൗണ്ട് ആണ് മെമ്പർഷിപ്പ് ഫീസ്. ആ ക്ലബിൽ എല്ലാ മാസവും പ്രോഗ്രാം ഉണ്ടാവും, വലിയ വലിയ സെലിബ്രിറ്റികൾ വരും, ഭക്ഷണമൊക്കെ ഉണ്ടാവും, അടിപൊളിയാണ്. പക്ഷെ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. ഈ 1 lakh പൈസ കൊടുക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അവിടെ ഒരു നല്ല പ്രധാനപ്പെട്ട വ്യക്തി വരുന്നുണ്ട്. ഒരു സാധാരണക്കാരനായ അയാൾക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കണം. ശ്രദ്ധിച്ച് കേൾക്കണേ, എങ്ങനെയെങ്കിലും ഉള്ളിൽ കിടക്കണം. അപ്പോൾ അയാൾ ഇങ്ങനെ ആലോചിച്ചു, 1 lakh ഒന്നും കൊടുത്ത് കയറാൻ കഴിയില്ല. അപ്പം ഇവരെന്താ ചെയ്യാച്ചാൽ ഓരോ പ്രോഗ്രാമിനും വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ആ മെസ്സേജിൽ ഒരു കോഡ് ഉണ്ടാവും. വരുന്ന മെമ്പേഴ്സ് എല്ലാം ആ കോഡ് പറഞ്ഞിട്ടാണ് അകത്തേക്ക് കിടക്കുക. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? ഇതുപോലത്തെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിയുടെ ഇപ്പുറത്ത് അവൻ നിന്നു. അപ്പോൾ ആളുകൾ സെക്യൂരിറ്റിയോട് കോഡ് പറയും, സെക്യൂരിറ്റി കോഡ് ചോദിക്കും, ഇവ വരുന്നൊരു കോഡ് പറയും. അങ്ങനെ ഉള്ളിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവൻ എന്ത് ചെയ്തു? സെക്യൂരിറ്റിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു തൂണുണ്ട്. ആ തൂണിൻ്റെ മറവിൽ നിന്നു. അപ്പോൾ അയാൾക്ക് സെക്യൂരിറ്റി പറയുന്നത് കേൾക്കാം, എന്നാൽ സെക്യൂരിറ്റിക്ക് ഇയാളെ കാണൂല. അപ്പം ഇയാളുടെ പ്ലാൻ എന്താണ്? ഒരു 3 or 4 ആളുകൾ പോട്ടെ, കോഡ് മനസ്സിലാവും. അങ്ങനെ അവനവിടെ കാത്തിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ ആൾ വന്നു. അയാൾ മെമ്പറായിരുന്നു. ഹി വാസ് എ മെമ്പർ. അയാൾ സെക്യൂരിറ്റി ചോദിച്ചു, 12 എന്ന് ചോദിച്ചു. സെക്യൂരിറ്റിക്ക് അയാൾ മെമ്പറാണോ അല്ലെന്ന് അറിയില്ല. അയാൾ വന്ന ഉടനെ സെക്യൂരിറ്റി അയാളോട് 12 എന്ന് ചോദിച്ചു. വന്ന ആള് 6 എന്ന് പറഞ്ഞു. അയാൾ അകത്തേക്ക് കയറി. ക്ലിയർ ആണോ? ആദ്യത്തെ ആളോട് സെക്യൂരിറ്റി ചോദിച്ചു, 12 എന്ന് ചോദിച്ചു. വന്ന ആളെന്ന് പറഞ്ഞു? 6 എന്ന് പറഞ്ഞു. ഹി വാസ് ഇൻ. അയാൾ അകത്തേക്ക് കയറി. ഏകദേശം മനസ്സിൽ ഐഡിയ കിട്ടി. എന്നാൽ 2-3 മണി പോട്ടെന്ന് വിചാരിച്ചു. രണ്ടാമതൊരാൾ വന്നപ്പോൾ സെക്യൂരിറ്റി അയാളോട് ചോദിച്ചു, 6 എന്ന് ചോദിച്ചു. 6. വന്ന ആളെന്ന് പറഞ്ഞു? 3 എന്ന് പറഞ്ഞു. അയാളെ അകത്തേക്ക് വിട്ടു. ക്ലിയർ? രണ്ടാമത്തെ ആൾ വന്നു. സെക്യൂരിറ്റി അയാളെന്ന് ചോദിച്ചത് 6, ഇയാളെന്താ പറഞ്ഞത് 3. അയാളും അകത്തേക്ക് കയറിപ്പോയി. പേക്ക് മനസ്സിലിട്ട് പൊട്ടി. അപ്പൊ ഇയാള് നേരെ സെക്യൂരിറ്റിന്റെ മുമ്പിൽ വന്ന് നിന്നു. സെക്യൂരിറ്റിക്ക് അയാള് മെമ്പറാണോ അല്ലേന്ന് അറിയില്ല. സെക്യൂരിറ്റി അയാളോട് ചോദിച്ചു 8 എന്ന് ചോദിച്ചു. ഇയാളെന്ത് പറഞ്ഞു? 4 എന്ന് പറഞ്ഞു. ഇയാളെ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി. സെക്യൂരിറ്റി 8 എന്ന് ചോദിച്ചു. ഇയാൾ 4 എന്ന് പറഞ്ഞു. ഇയാളെ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി. അപ്പൊ എത്രയാണ് ആൻസർ? തിങ്കിങ് സ്റ്റൈലാണ് നോക്കുന്നത് കേട്ടോ. മോനെ ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടിയാണ് അല്ലേ? എത്ര ആൻസർ? 5. എന്തുകൊണ്ട് 5? നീ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ആൻസർ ഈസ് കറക്റ്റ്. വൈ 5? യെസ്. അവൻ്റെ പേരെന്താണ്? മുഫാസ്. വൈ 5? മുഫാസ് പറയും.
ഉത്തരം പറഞ്ഞു, കിട്ടിയില്ലല്ലോ. 5 ആണ് ഉത്തരം. 5 എങ്ങനെ വരുന്നു മനസ്സിലായില്ലല്ലോ? ഇല്ല. മുഫാസ് അല്ലാതെ ആക്കി മനസ്സിലായോ? 5 അല്ല, 5 എങ്ങനെ വന്ന്? ഇല്ല. നീ പറയണോ ഞാൻ പറയണോ? നീ പറയണോ? ഞാൻ പറഞ്ഞാൽ മതി. യെസ്, ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് ശ്രദ്ധ കുറവാണ്, അത് പ്രശ്നം. ആദ്യത്തെ ആള് വന്നപ്പോൾ സെക്യൂരിറ്റി എന്താ ചോദിച്ചത്? 12 അല്ലേ? 12 ചോദിച്ചത് TWELVE. വന്നാളത്തെ പറഞ്ഞത് 6. രണ്ടാമത്തെ ആള് വന്നപ്പോൾ സെക്യൂരിറ്റി എന്താ വെച്ചത്? സെക്യൂരിറ്റി എന്താ വെച്ചത്? 6 അല്ലേ? രണ്ടാമത്തെ സെക്യൂരിറ്റി 6 വെച്ചു. SIX. അപ്പോ വന്നാൾ എന്താ പറഞ്ഞത്? 3. മൂന്നാമത്തെ ആള് വന്നപ്പോൾ സെക്യൂരിറ്റി എന്ത് ചോദിച്ചു? 8. എന്താണ് എന്താ ചോദിച്ചത്? 8. EIGHT. എത്രയെ പറയേണ്ടത്? 5. എത്രയെ പറഞ്ഞത്? 4. അതുകൊണ്ടാണ് പുറത്താക്കിയത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധ കിട്ടാൻ, നിങ്ങൾ ശ്രദ്ധ 100% ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നല്ല ശ്രദ്ധിച്ചാൽ ഉത്തരം പറയാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ഇടയ്ക്ക് എവിടെയോ പഴംപൊരിയിലോ ചായയിലോ പോയാൽ കിട്ടില്ല. എന്നാൽ പഴംപൊരി അല്ലത് ഉഴുന്നോടെ, എന്താണ് സംഭവം? പഴംപൊരി അല്ലേ? ഓക്കെ, നിങ്ങൾ പഴംപൊരി കഴിഞ്ഞല്ലേ? ആയിക്കോട്ടെ. 3 സെൻറ്റൻസ് ഞാൻ പറയും. 3 സെൻറ്റൻസ് പറയുമ്പോഴും നിങ്ങൾ പറയേണ്ടത് ഗുഡ് ഈവനിങ്, ടുഡേ ഈവനിങ് എന്നാണ്. 3 സെൻറ്റൻസ് ഞാൻ പറയും. 3 സെൻറ്റൻസ് പറയുമ്പോഴും നിങ്ങൾ പറയേണ്ടത് ഗുഡ് ഈവനിങ്, ടുഡേ ഈവനിങ് എന്നാണ്. റെഡി അല്ലേ? പറയട്ടെ? എൻ്റെ നിർദ്ദേശം ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യട്ടെ? ഗുഡ് ഈവനിങ്, ടുഡേ ഈവനിങ്. എവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഗുഡ് ഈവനിങ്, ടുമോറോ ഈവനിങ്. തെറ്റിപ്പോയി. ആദ്യ സെന്റൻസ് എന്താ പറഞ്ഞത്? ഗുഡ് ഈവനിങ്, ടുഡേ ഈവനിങ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഗുഡ് ഈവനിങ്, ടുഡേ ഈവനിങ്. ഇറ്റ് വാസ് കറക്റ്റ്. രണ്ടാം സെന്റൻസ് എന്താ പറഞ്ഞത്? ഗുഡ് ഈവനിങ്, ടുമോറോ ഈവനിങ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഗുഡ് ഈവനിങ്, ടുഡേ ഈവനിങ്. കറക്റ്റ് ആയിരുന്നു. മൂന്നാം സെന്റൻസ് എന്താ പറഞ്ഞത്? തെറ്റിപ്പോയില്ലേ? നിങ്ങൾ എന്താ പറയേണ്ടത്? അവിടെയാണ് മൂന്നാമെന്താ പറഞ്ഞത്? തെറ്റിപ്പോയില്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്? ഗുഡ് ഈവനിങ്, ടുഡേ ഈവനിങ്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇല്ല. ഒരു 8-10 ആള് കൂടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുണ്ട്. അതാരാ കാണിച്ചു തരണോ? ഒരു പൂർണ്ണ മൈൻഡ് അല്ലാതെ ക്ലാസ്സിൽ ഇരിക്കുന്ന 8-10 ആളുണ്ട്. കാണിച്ചു തരണോ? കാണിച്ചു തരട്ടെ? ചിലപ്പോൾ നീ എന്നെ കേട്ടോ, പറയാൻ പറ്റില്ല. നോക്കാം. 1 എന്ന് പറഞ്ഞാൽ 2, മനസ്സിലായോ? 1 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 1, 3 എന്ന് പറഞ്ഞാൽ 0, 4 എന്ന് പറഞ്ഞാൽ 3. വൺസ് അഗെയിൻ. 1 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 1, 3 എന്ന് പറഞ്ഞാൽ 0, 4 എന്ന് പറഞ്ഞാൽ 3. വൺസ് അഗെയിൻ. 1 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 1, 3 എന്ന് പറഞ്ഞാൽ 0, 4 എന്ന് പറഞ്ഞാൽ. ഇനി ക്ലാപ്പ് ചെയ്യണം. ഞാൻ പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യണം. മനസ്സിലല്ലേ? ക്ലാപ്പ് ചെയ്യാൻ കയ്യിൽ ചായ ആണല്ലേ? ചായ സൈഡിലേക്ക് വെച്ചോ കേട്ടോ. ക്ലാപ്പ് ചെയ്തിട്ട് പറയട്ടെ? ചായ സൈഡിലേക്ക് വെച്ചോ. റെഡി അല്ലേ? ഞാൻ ക്ലാപ്പ് പഠിപ്പിക്കാം. 1 എന്ന് പറഞ്ഞാൽ എത്ര ക്ലാപ്പാണ്? 2 ക്ലാപ്പ്. 2 എന്ന് പറഞ്ഞാൽ എത്ര ക്ലാപ്പാണ്? 1 ക്ലാപ്പ്. 3 എന്ന് പറഞ്ഞാൽ എത്ര ക്ലാപ്പാണ്? നോ ക്ലാപ്പ്. 4 എന്ന് പറഞ്ഞാൽ എത്ര ക്ലാപ്പാണ്? 3 ക്ലാപ്പ്. റെഡി അല്ലേ? യെസ്, സ്റ്റാർട്ട് ചെയ്യാണ്. 3. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഈ ഭാഗത്തുനിന്നൊക്കെ 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈ കിട്ടിയല്ലോ. വൺസ് അഗെയിൻ. 2, 1, 3. ഇല്ല, ഇപ്പൊ ക്ലിയർ ആയി അല്ലേ? ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വന്നു. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഇനി നേരെ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ക്ലാസ് ആസ്വദിക്കുന്ന ആളുകളൊന്നും പരിചയപ്പെടാൻ പോവുകയാണ്. എല്ലാവരും പരിചയപ്പെടാൻ സമയമില്ല. കുറച്ച് പേരെ മാത്രം പരിചയപ്പെടുന്നു. 17 ക്വസ്റ്റ്യൻ മാത്രം. ഒന്നാമത്തെ ചോദ്യം ക്വിസ് കോമ്പറ്റീഷൻ ആണ്. ഉത്തരം അറിയാവുന്നത് കൈപോക്കിക്കോട്ടോ. ഒന്നാം ചോദ്യം: ഇന്നലെ രാത്രി 10:30 മുമ്പ് ഉറങ്ങിയ വ്യക്തി. ഇന്നലെ രാത്രി 10:30 മുമ്പ് ഉറങ്ങിയ വ്യക്തി. 1, 2, 3, 4, 5, 6, 7. 10 മുമ്പ് ഉറങ്ങിയോ? എത്ര മണിക്ക് ഉറങ്ങി? 10:30 മുമ്പ് ഉറങ്ങി. എത്ര മണിക്ക് ഉറങ്ങി? 10:30 മുമ്പ് ഉറങ്ങി. ഇവിടെ കേട്ടെ മോനെ, എത്ര മണിക്ക് ഉറങ്ങി?
9:30 ഉറങ്ങി മിടുക്കൻ. എത്ര മണിക്ക് ഉറങ്ങി? 10 മണി. മോനെ അവിടെ 9 മണി 10 മണി. ഓക്കെ, ഇവിടെ മുമ്പ് എത്ര മണിക്ക് ഉറങ്ങി? 10:15. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന് രാവിലെ 5:30 മുമ്പ് എണീറ്റ വ്യക്തികൾ. ചോദിക്കും ഓട്ടെ, മോൾ എത്ര മണിക്ക് എണീറ്റു? 5:30. 5 3 മണിയോ? നിങ്ങൾക്ക് വട്ടാണോ 3 മണിക്ക് എണീക്കാന്? പിന്നെ മൂത്രച്ച് ഉറങ്ങിയോ? യെസ്. 5:15. 4:30. നീ എന്താ 3 മണിക്ക് എണീറ്റ്? എക്സാം ഉണ്ട്, പഠിക്കാൻ വേണ്ടി അല്ലേ? യെസ് മോളെ. നാളെ ഇല്ല, അവിടെ ഇല്ല, അവിടെ ഒന്നുമില്ല. യെസ് യെസ്. എത്ര? 5. 5:15. 5 ഇവിടെ ഇല്ല, അവിടെ ഇല്ല, പോട്ടെ. യെസ് യെസ് മോനെ. എത്ര? 5 ഇവിടെ ഇല്ലല്ലോ. അവിടെ മോനെ. 5:30. 5 നിങ്ങൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന് രാവിലെ പത്രം വായിച്ച ആളുകൾ. ഒരു കയ്യും പൊങ്ങലുണ്ടോ മോനെ? വായിച്ചു അല്ലേ? ഏത് പത്രം വായിച്ചേ? മാധ്യമം. 1. ഇവിടെ ഇങ്ങനെ ഇല്ല. ഒരാള് പഠിച്ചൊന്നുമില്ലല്ലോ. ഇല്ല. ആ സാധനം നിന്ന് പോകും. പത്രം നിന്ന് പോകാനാണ് സാധ്യത. ഇവിടെ മോളെ ഏത് പത്രം വായിച്ചേ? ചന്ദ്രിക. 2 ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന് രാവിലെ എക്സർസൈസ് ചെയ്ത വ്യക്തി, വർക്കൗട്ട് ചെയ്ത വ്യക്തി, ഫുട്ബോളോ കളിച്ച് എന്തെങ്കിലും രാവിലെ ബോഡിക്ക് വ്യായാമം കൊടുത്ത വ്യക്തി, എന്തോ ആയിക്കോട്ടെ. എത്ര ആളുണ്ട് മോനെ? എന്ത് ചെയ്തു? യോഗ. മിടുക്കൻ. 1. നീ ചെയ്തിട്ടുണ്ടോ? വെറുതെ പറയാണ്. യെസ് മോനെ. അവിടെ മോനെ എന്താണ്? ജിമ്മ് പോയി. ഷട്ടിൽ കളിച്ചു. 4. പെമ്പിള്ളേര് ഇവിടെ അവള് മാത്രം കൈവെക്കാനുള്ളൂ കേട്ടോ. യെസ് മോളെ എന്താണ്? 3 മണിക്ക് ഉണ്ട് നടത്ത. ഓക്കെ, യെസ്. എക്സസൈസ് ചെയ്തു. യെസ്. ഇവിടെല്ല. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഏപ്രിൽ മാസം 29-ാം തീയതിയാണെന്ന്. വെക്കേഷൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഏപ്രിൽ മാസം 1 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ഒരു പുസ്തകം വായിച്ചു തീർത്ത വ്യക്തി. വായിച്ചാൽ പോലെ തീർക്കണം. ഞാൻ ചോദിക്കും, വെറുതെ കൈ വെക്കണ്ട, ഞാൻ ചോദിക്കും, ഒരു പുസ്തകം വായിച്ചു തീർത്ത വ്യക്തി. മോനെ ഏത് പുസ്തകം വായിച്ചത്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, സ്റ്റീഫൻ ഹോക്കിംഗ്. യെസ് മോനെ ഏത് പുസ്തകം വായിച്ചത്? പ്രഭാഷണം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, പിന്നെ എന്താ ടി പത്മനാഭന്റെ. യെസ്. പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം, പ്രഭാഷണം. ഓക്കെ, യെസ്. ഗൾഫിൽ നിന്നൊരു വിമാനം. അങ്ങനെ ബുക്കുണ്ടോ? യെസ്. ഇല്ല. അവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇല്ല, പോട്ടെ. എവിടെ? യെസ്. വിലായത്ത് ബുദ്ധ. പേരെന്താണ് ആള്? എഴുതിയ ആളെ അറിയോ? TR ഇന്ദുഗോപൻ. യെസ്. പേര് പറയോ? ഓക്കെ, പോട്ടെ. ഓക്കെ, സത്യത്തിലേക്കൊരു യാത്ര. പ്രിയ. ഇവിടെ ഇല്ല. മോളുണ്ടോ? ഹാരി പോട്ടർ. ഇല്ല. യെസ്. ഉണ്ടോ? ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, പത്രത്തിലോ ടിവിയിലോ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഭാവി തലമുറയെ ഞങ്ങളൊന്ന് വിശദമായി പരിചയപ്പെടാൻ കേട്ടോ മക്കളെ. യെസ് മോളെ, നീ 3 മണിക്ക് എണീറ്റാണ്. ചെറുപ്പത്തിലാണ്. എന്തിനാ വന്ന്? ചെറുപ്പത്തിൽ ഒന്ന് കൈയടിച്ചോ. ചെറുപ്പത്തിൽ ചിത്രം വരച്ചതിന് പത്രത്തിലാണോ ടിവിയിലാണോ? പത്രത്തിൽ വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 3 ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി. 3 ഭാഷകൾ ഞാൻ ചോദിക്കും, ശരിക്കും സംസാരിപ്പിക്കും. 3 ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി ഒരാളേ ഉള്ളൂ. മോനെ ഞാൻ സംസാരിപ്പിക്കും കേട്ടോ. ഏതൊക്കെ ഭാഷ സംസാരിക്കാം? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. സംസാരിപ്പിക്കണോ? വേണോ? പോട്ടെ. മോളെ ഏതൊക്കെ ഭാഷ? ഇവിടെ കൈ വെക്കിയ ഒരാൾ. മോളാണ്. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. 4 ഭാഷ. ഒന്ന് കേടിച്ചോ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആരെങ്കിലും ഉണ്ടോ? നോബഡി. എവിടെ എവിടെ എവിടെ? ആ ആ ആ പണ്ട് എന്ത് ചെയ്ത് എന്ത് ചെയ്ത് പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു? ഹോം കെയറിന് പോയി കഴിച്ചോ? ഹോം കെയറിന് പോകണം. എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കള് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വണ്ടിയിൽ ഹോം കെയറിൽ നിർബന്ധമായും വിടണം. ഹോം കെയറിന് പോയി തന്നെയാണോ? എത്ര പ്രാവശ്യം പോയി? ഒരു പ്രാവശ്യം പോയി. ഓക്കെ, ഇവിടെ വെച്ച് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം, നിർബന്ധമായിട്ട് ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ നാട്ടിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ടെങ്കിൽ അവരുടെ വണ്ടിയിൽ കയറി ഹോം കെയറിൽ പോയിട്ട് വീടുകളിൽ പോയാൽ ശ്വാസം അഴിക്കാൻ പ്രയാസമുള്ള ആളെ കാണാം, 10-12 വർഷമായി കട്ടിൽ കിടക്കുന്ന ആളെ കാണാം, കഞ്ഞി കുടിക്കാൻ കഴിയാത്ത ആളെ കാണാം, കുളിക്കാൻ കഴിയാത്ത ആളെ കാണാം, ഭക്ഷണമില്ലാത്ത ആളെ കാണാം. ഇതൊക്കെ കാണുമ്പോൾ ഇതാണ് ലൈഫ് എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പ ലോകമല്ല ഈ ഉലകം, ഈ റീലിന്റെ വേൾഡ് അല്ല. യഥാർത്ഥത്തിൽ റിയൽ വേൾഡ് കാണണമെങ്കിൽ ആ വണ്ടി ഒന്ന് കയറി പോയാൽ മതി. നിങ്ങൾ ആരെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? എനിബഡി ഹാവ് ഡൺ പാർട്ട് ടൈം ജോബ്? പാർട്ട് ടൈം ജോബ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? എവിടെ? ആ മുമ്പിലുണ്ട്. യെസ് മോളെ, പാർട്ട് ടൈം ജോബ് ചെയ്യണം. എന്താ പാർട്ട് ടൈം ജോബ്? ചെറിയൊരു സ്മാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, കൈയടിച്ചോ? യെസ് മോളെ, എന്ത് പാർട്ട് ടൈം ട്യൂഷൻ എടുക്കുന്നുണ്ട്? കൈയടിച്ചോ മോളെ? ട്യൂഷൻ എടുക്കുന്നുണ്ട്. എവിടെ? ആ മോളെ, ലാസ്റ്റ് മെഹന്തി ചെയ്യുന്നുണ്ട്. കൈയടിച്ചോ? ആമ്പിളിൽ ആരുമില്ലേ? എവിടെ? കാറ്ററിംഗ് പാർട്ട് ടൈം ജോബ് തന്നെയാണ്. എവിടെ കാറ്ററിംഗ് പോകുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. കാറ്ററിംഗ് പോകുന്ന ഒന്ന് കൈയടിച്ചോ എല്ലാവർക്കും വേണ്ടി? കാറ്ററിംഗ്. ഓക്കെ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ ക്ലാസ് ലീഡർ ആയിട്ടുണ്ടോ? എത്ര പേര്? ലീഡർഷിപ്പ് ക്വാളിറ്റി നോക്കുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഒരുപാട് പേരുണ്ട്. വെരി ഗുഡ്. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾ രണ്ടത്താണ് MRCയിലുണ്ട്. സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ടോ? സ്വന്തമായി ചാനൽ എന്തെങ്കിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സ്വന്തം വ്ളോഗ് ചെയ്യാറുണ്ടോ? കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ടോ? യൂട്യൂബിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ആരും ചെയ്യുന്നില്ല. എന്തെങ്കിലും കണ്ടന്റ് യൂട്യൂബിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് രണ്ടത്താണ് ഈ ഒരു പ്രോഗ്രാമിൽ ഒരു പോസ്റ്റർ മേക്ക് ചെയ്യാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ആ ഫോട്ടോ വന്നാൽ പോസ്റ്റർ മേക്ക് ചെയ്യാൻ പറ്റും? അത് മോശമായി. കാലം മാറി. നിങ്ങളൊക്കെ ഏത് ലോകത്താണ്? ഒരു കൻവ വെച്ചിട്ട് അരമണിക്കൂർ ഇരുന്നാൽ ചെയ്യാവുന്ന സാധനമാണ് ഒരു പോസ്റ്റർ മേക്കിംഗ്. അത് അറിയില്ലെങ്കിൽ ടെക്നോളജിയുടെ കാലത്ത് നിങ്ങൾ പിന്നോക്കമാണെന്ന് പറയേണ്ടി വരും. എത്ര പേര് പോസ്റ്റർ മേക്കിംഗ് സ്വന്തമായിട്ടൊരു ഇപ്പം ഇതിൽ പ്രോഗ്രാമിൽ 4 ആൾ സംസാരിക്കുന്നുണ്ട്, 4 ആളെ ഫോട്ടോ ചെയ്തിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഓൺലി 1. നീ വെറുതെ ബുക്കുന്നതാണോ? എല്ലാവരും ബുക്കുണ്ടോ? 1 2 3 3 3 3 4 5 6 7 8 9 10. മോശമല്ല. ഓക്കെ, യെസ്. ഒരാഴ്ചക്കുള്ളിൽ ഒരാളെ സഹായിച്ച വ്യക്തി എവിടെ? ഒരാളുമില്ല. നിങ്ങൾ നന്നാവില്ല. ഒരാഴ്ചക്കുള്ളിൽ ഒരു മനുഷ്യനെ സഹായിച്ചില്ലല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ഹലോ, ഒരാഴ്ചക്കുള്ളിൽ ഒരാളെ സഹായിച്ചോ? എവിടെ? ഒറ്റൊന്ന് പോയി കൈവക്കുന്നില്ല. ഉണ്ടോ? എവിടെ കൈവക്ക്? സഹായിച്ചിട്ടുണ്ടോ? ഒരാൾ ചെയ്തിട്ടുണ്ടോ? ഒരാള്. ഞാൻ ചോദിച്ചത് ഒരാളെ സഹായിച്ചു എന്നാണ്. ഉമ്മാനെ കൂട്ടാൻ പറ്റില്ല എന്നാരാ പറഞ്ഞ്? അടുക്കളയിൽ അടിച്ചു വരാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അടുക്കളയിൽ കറിക്കറിയാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അടുക്കളയിൽ പാചകം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അടുക്കള വൃത്തിയാക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, വാപ്പാനെ കൃഷിപ്പണി സഹായിച്ചിട്ടുണ്ടെങ്കിൽ, സഹായിച്ച സഹായമാണല്ലോ. ചെയ്തിട്ടുണ്ടോ? എവിടെ? ഓക്കെ, ഒരാഴ്ചക്കുള്ളിൽ ഒരാളെ അഭിനന്ദിച്ച വ്യക്തിയുണ്ടോ? അപ്രീഷിയേറ്റ് ചെയ്ത വ്യക്തിയുണ്ടോ? ഒരാഴ്ചക്കുള്ളിൽ ഒരാളെ എങ്കിലും അപ്രീഷിയേറ്റ്. ഒരേ ഒരു കൈ അവിടെ വരുന്നുണ്ട്. ആരെയാണ് അപ്രീഷിയേറ്റ് ചെയ്തത്? സുഹൃത്തിനെയാണ്. എന്താ കാര്യം? സുഹൃത്ത് കളിക്കുമ്പോൾ കീപ്പർ ഒന്നും നല്ല കീപ്പറായിരുന്നു, പന്തും വിട്ടില്ല.
അതുകൊണ്ട് സുഹൃത്തിനെ ഫുട്ബോൾ കളിച്ചപ്പോൾ നല്ല ഗോൾ കീപ്പറായ സുഹൃത്തിനെ അഭിനന്ദിച്ചു. ഈ പറയേണ്ട നിങ്ങൾ ആരെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ ഒരു കുട്ടി ആരെ അഭിനന്ദിച്ചത്? ഫ്രണ്ടിനെ. എന്തിനെ? വൈ? 7 ജ്യൂസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ, ഖുർആൻ 7 ജ്യൂസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഫ്രണ്ടിനെ അഭിനന്ദിച്ചു. യെസ്, 2 ആളുകൾ. കൃത്യമായിട്ട് ഭാവിയിൽ എന്താണ് നിങ്ങളുടെ കരിയർ എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത ആളുകളുണ്ടോ? കൃത്യമായി കരിയർ പ്ലാൻ ഉള്ള ആളുണ്ടോ? ഡു യു ഹാവ് എ ഡെഫിനിറ്റ് കരിയർ പ്ലാൻ? കൃത്യമായ കരിയർ പ്ലാൻ ഉള്ള ആളുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അവിടെ ഉണ്ടോ? നോക്കട്ടെ, ചോദിക്കും. ഒരാളെ ഞാൻ കാണുന്നുണ്ട്. മോനെ ഉണ്ടോ? കരിയർ പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? എന്താണ്? നീ കൈ നോക്കി മാഷ എന്ത്? BSc നഴ്സിംഗ്. ഓക്കെ മോനെ. എഞ്ചിനീയർ 2 ഡോക്ടർ 3 മോളെ. ടീച്ചർ 4 എൻ്റെ മേഖലയ്ക്ക് പോവാ 5 ഡിസൈനിങ് 6 BSc നഴ്സിംഗ് 7 ഡയാലിസിസ് ടെക്നീഷ്യൻ 8 പാരാമെഡിക്കൽ 8 ഇല്ല ഇല്ല ഇല്ല. മോളെ പറഞ്ഞോ? പറയാൻ പാടില്ല. ആയിക്കോട്ടെ പറയണമെന്നില്ല. അത് പറഞ്ഞാൽ നടക്കില്ല എന്നൊരു പേടിയാണല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല, ആയിക്കോട്ടെ, പറയണമെന്നില്ല. ഓരോ ദിവസവും കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലുണ്ടോ? നിങ്ങൾ എത്രമാത്രം സിസ്റ്റമാറ്റിക് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദിവസവും കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാള്. 1 2 2 3 ആമ്പിളി സാധനം ചെയ്യാറില്ല, ഉണ്ടാക്കാറില്ല. 3 ആള് ടൈം ടേബിൾ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യും. ഓക്കെ. ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു സ്പോർട്സ് കോമ്പറ്റീഷന് പങ്കെടുത്ത ആരെങ്കിലുണ്ടോ? ഡിസ്ട്രിക്ട് ലെവൽ സ്പോർട്സ് കോമ്പറ്റീഷൻ. മോളെ ഏതാ ഐറ്റം? ട്രിപ്പിൾ ജമ്പ്. മോളെ ഏതാ ഐറ്റം? വാക്കിംഗ്. 2 ആള് പെമ്പിള്ളേ. നീ ഉണ്ടോ? ഏതാ പങ്കെടുത്ത്? ഓട്ടം. ഓക്കെ. മോനെ ഏതാ ഐറ്റം? ഹൈ ജമ്പ്. 4 ഇല്ല. ഓക്കെ. ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു ആർട്സ് കോമ്പറ്റീഷന് പങ്കെടുത്തതിനുണ്ടോ? യെസ്. മോളെ ഏതാ ഐറ്റം? 2-3 ഐറ്റം ഉണ്ട്. എന്ന് ഓരോ ഐറ്റം പറയാം. അറബിക് നിഘണ്ടു നിർമ്മാണം 1, സംഭാഷണം അറബിക്ക് 2, പദപ്പയറ്റ് അറബിക് നിഘണ്ടു നിർമ്മാണം, അറബിക് സംഭാഷണം, പദപ്പയറ്റ്. ഒന്ന് കൈയടിച്ചോ? ഓക്കെ. യെസ്. ഒരാളാണ് ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്ത ഒരാളെ ഉള്ളൂ. നമ്മുടെ MRC രണ്ടത്താണിയിൽ നമ്മൾ 200 കുട്ടികൾക്ക് ഇടയിൽ അല്ലേ? ഇല്ലല്ലോ. ഡിസ്ട്രിക്ട് ലെവലിൽ ആർട്സ് കോമ്പറ്റീഷൻ പങ്കെടുത്ത പറയാറില്ലല്ലോ. ഇല്ല. കോളേജിലോ സ്കൂളിലോ പഠിക്കുമ്പോൾ NSSലോ NCCയിലോ ഉള്ളതിനുണ്ടോ? NSSലോ NCCയിലോ ഉള്ളതിനുണ്ടോ? ഒന്ന്. മോനെ ഏതായിരുന്നു? NSS. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ. മോനെ ഏതാ? NSS ആണോ? NSS. ഓക്കെ. ഇപ്പം മോളെ ഏതാ ഐറ്റം? NSS. നോക്ക്. NSS. NSSന്റെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നോട്ട് മീ ബട്ട് യു. ഞാൻ പ്രശ്നമല്ല, നിങ്ങളെ സഹായിക്കലാണ്. ഒരു മനുഷ്യനെ സഹായിക്കാതിരിക്കുന്ന ആൾക്കാരാണ് മൊത്തത്തോടെ NSS ആണ് ഇരിക്കുന്നത്. ഒരാൾ ഇന്നേ വരെ സഹായിച്ചിട്ടില്ല, ഒരാഴ്ചക്കുള്ള സഹായിച്ചിട്ടില്ല. NSSൽ മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം NSS കഴിയാം. അടുത്ത ഗെയിം കളിക്കട്ടെ. 6 മണി 6:20 അവസാനിപ്പിക്കണം. അടുത്ത ഗെയിം കളിക്കട്ടെ. റെഡി? ആ ഗെയിം പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾക്കെല്ലാം തമ്മിൽ പരിചയമുണ്ടോ? ഞാനൊരു വളരെ സ്പീഡിൽ ഗെയിം ചെയ്യാണ്. 1 മിനിറ്റ് സമയമുള്ളൂ. ഓൺലി 1 മിനിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എഴുന്നേൽക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൈം ഈസ് ഹൈലി ലിമിറ്റഡ്. ഓൺലി 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് എഴുന്നേൽക്കുക. മാക്സിമം ആളുകൾ ഷെയ്ക്കാൻ കൊടുക്കുക. പക്ഷെ ഷെയ്ക്കാൻ കൊടുക്കുമ്പോൾ അയാളുടെ പേര് ചോദിക്കണം, നിങ്ങളുടെ പേര് പറയും വേണം. എത്ര എണ്ണം കിട്ടും നോക്കാനാണ്. പക്ഷെ 1 മിനിറ്റ് ഞാൻ പിന്നെ അവിടെ നിൽക്കരുത്. ഞാൻ 1 മിനിറ്റ് 10, 9, 8 താഴോട്ട് എണ്ണും. 1 എണ്ണുമ്പോഴേക്ക് നിങ്ങൾ ഇരിക്കുന്ന കസേര ഇരിക്കണം. കസേര മാറി ഇരിക്കരുത്. അപ്പോൾ എഴുന്നേറ്റൊക്കെ ചെയ്യരുത്. നിർദ്ദേശം ഒന്നും പറയാം. ഈ ഗെയിം ചെയ്യാനുള്ള ടൈം ഓൺലി 1 മിനിറ്റ്. ആ 1 മിനിറ്റ് കൊണ്ട്
ഏറ്റവും കൂടുതൽ ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. ഷെയ്ക്ക് ഹാൻഡ് എടുക്കുമ്പോൾ 2 കണ്ടീഷൻ ഉണ്ട്. നിങ്ങളുടെ പേര് പറയണം, അയാളുടെ പേര് ചോദിക്കും വേണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ആരാ നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ലാസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് 10 മുതൽ താഴോട്ട് എണ്ണുമ്പോൾ ഓടി വന്ന് നിങ്ങളെ സഹകരിക്കണം. റെഡി? നിർദ്ദേശം ക്ലിയർ ആണല്ലോ? എത്രയും നടക്കാം, എത്രയും പോകാം, പക്ഷേ 1 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഓടി ഒന്ന് സീറ്റിലിരിക്കണം. അപ്പോൾ അതിനുള്ളിൽ കിട്ടാവുന്ന മാക്സിമം. റെഡി അല്ലേ? റെഡി? ഇരുന്നുകൊണ്ട് ചെയ്യാം, നിന്നുകൊണ്ട് ചെയ്യാം, ഓടിക്കൊണ്ട് ചെയ്യാം. ഞാൻ സ്റ്റോപ്പ് വാച്ച് നോക്കട്ടെ? ഓക്കെ അല്ലേ? നിർദ്ദേശം ക്ലിയർ അല്ലേ? മാക്സിമം ചെയ്യുന്നവർക്കാണ് സമ്മാനം കേട്ടോ. സെക്കൻഡ് സമ്മാനം നമുക്ക് MRCക്ക് സ്പോൺസർ ചെയ്യിപ്പിക്കാം. ഓക്കെ, യെസ്. സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യട്ടെ. നിർദ്ദേശം ക്ലിയർ ആണല്ലോ? റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇരുപത് സെക്കൻഡായി. മുപ്പത് സെക്കൻഡായി. എണ്ണണം 40 സെക്കൻഡായി. 50 സെക്കൻഡ്. 10 9 8 7 6 5 4 3 2 1 സ്റ്റോപ്പ്. എത്തിയോ? തിരിച്ചെത്തിയോ? ഒരു 30-ന് മുകളിലാക്ക് ഷെയ്ക്ക് ഹാൻഡ് കൈപൊക്കെ. 30-ന് മുകളിൽ ആരുമില്ല. 29 28 ഇല്ല. 27 ഇല്ല. 26 ഇല്ല. 25 ഇല്ല. 24 ഇല്ല. 23 ഇല്ല. 22 എത്ര മോനെ? 23. വാ മോനെ, കൈ കൊടുക്കട്ടെ. കഴിച്ചോ. ഇത്രയും ആളുകളുടെ മിണ്ടുമിണ്ട് എത്രാം ക്ലാസ്സിലാണ്? 5ാം ക്ലാസ് പഠിക്കുന്ന ഇവനാണ് ഇത്രയും ആളുകൾക്കിടയിൽ 23 ആളെ കണ്ട് കൈ സമ്മാനം ഉണ്ടോ സാറ്? ഉണ്ടായിട്ടാണോ? 23 ആളെ കണ്ട് കൈ കൊടുത്തത്. അപ്പൊ സാബിർ സാറ് തന്നെ സമ്മാനം കൊടുക്കട്ടെ അല്ലേ? യെസ്, സന്തോഷം. ഫോട്ടോ മോനെ ഓടി വാ. ഫോട്ടോ സഫൽ. ലൈഫ് വൈബാക്കാനുള്ള ഏറ്റവും മനോഹരമായ കാര്യം ആളുകളുമായി ഇന്ററാക്ട് ചെയ്യലാണ്. നിങ്ങൾ എത്രമാത്രം ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ മാത്രം ലോകത്ത്, എൻ്റെ സ്വകാര്യ ലോകത്ത്, എൻ്റെ മുറിക്കകത്ത്, എൻ്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട്, എൻ്റെ ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നിട്ട് എൻ്റെ മൊബൈലിൽ കാണുന്ന ലോകമല്ല ലോകം, അത് ഈ ലോകമാണ്. യഥാർത്ഥ ലോകം ഇങ്ങനെ ആളുകളുമായി നിരന്തരം ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ അതാണ് വിജയം. മൈ ലൈഫ് എന്ന് വെച്ചാൽ, എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എത്രമാത്രം പ്രസക്തമാണെന്ന് വെച്ചാൽ എത്ര ആളുകളുമായി എനിക്ക് ബന്ധമുണ്ട്, എത്ര മൈ നെറ്റ് വർത്ത്, എൻ്റെ മൊത്തം വില എന്ന് പറയുന്നത് ഈസ് മൈ നെറ്റ്വർക്ക്. എത്ര ആളുകൾ. രണ്ടത്താണ് എനിക്ക് ബന്ധമില്ല. സാബിർ നവാസ് സാറെ പരിചയമുണ്ട്, രണ്ടത്താണ് എത്തി. ഞാൻ വന്നപ്പോൾ ഒറ്റക്ക വന്നത്, പക്ഷെ പോകുമ്പോൾ ഒരു 10-100 ആളെ സ്നേഹം കൊണ്ടാണ് മടങ്ങണത്. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നെറ്റ്വർക്ക് കൂടിക്കൊണ്ടിരിക്കും. നെറ്റ്വർക്ക് കൂടുമ്പോഴോ എൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. മൈ നെറ്റ്വർക്ക് ഈസ് മൈ നെറ്റ് വർത്ത്. അപ്പോൾ 23 പോയിന്റോട് കൂടിയിട്ട് സഫൽ 5ാം ക്ലാസ്. സെക്കൻഡ് വേണ്ടി നോക്കാം. 22 ആളുണ്ടോ? 2 ആളുണ്ട്. കൈ കൊടുക്കല്ലേ? മോനെ പേരെന്താണ്? അർജുൻ 5ാം ക്ലാസ്സിലാണ്. ഇനി 7ക്ക് അർജുൻ, കൺഗ്രാജുലേഷൻസ്. മോനെ പേരെന്താണ്? നസൽ റഹ്മാൻ. എത്രാം ക്ലാസ്സിലാണ്? ഇനി 6ലേക്ക് കൺഗ്രാജുലേഷൻസ്. കൈ എടുത്തോ. പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു മനുഷ്യല്ല കേട്ടോ, ഒരാൾക്ക് കയ്യും കൊടുക്കരുത്. 22 21 20 ഉണ്ടോ? 19 ഉണ്ടോ? 18 ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. 18 17 കഴിഞ്ഞോ? 16 ഇവൻ കുറച്ച് ഓടി നടക്കാൻ ഞാൻ കണ്ടതാണ്. മോനെ എന്താ പേര്? മുഫാസ് 16. യെസ് മോനെ 16. അടിപൊളി. യെസ് 15 14 13
നമുക്ക് 200ഓളം ആളുകളുണ്ട്. എത്രമാത്രം അവസരങ്ങൾ ഉണ്ടായിരുന്നു. യെസ്, അടുത്ത ഐറ്റം ഗെയിമിലേക്ക് പോട്ടെ, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? എത്രമാത്രം ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്നു. ഇങ്ങോട്ട് വരട്ടേത് കാത്തുക്കണ്ട, അങ്ങോട്ട് പോയി മുട്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പറ്റുന്ന ആളുകൾ ചുറ്റുഭാഗത്തുണ്ട്. നിങ്ങൾ പോയി മുട്ടിയാൽ മതി. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ അവരെ പോയി മുട്ടൂല. അവരെ കറക്റ്റ് ആളുകൾ കിട്ടുന്നവരെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നിരന്തരം ആളുകളുമായി സമ്പർക്കമുള്ള ആൾക്ക് ലൈഫ് വൈബാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. യെസ്, അത് ഗെയിം പറയാം. ഇരുന്ന് കളിക്കാവുന്ന ഗെയിമാണ്. ഈ ഗെയിമിന് നിയമങ്ങൾ പറയാം. ഒരു ഭാഗത്ത് നിങ്ങളാണ്, ഒരു ഭാഗത്ത് ഞാനാണ്. ഒരു ഭാഗത്ത് ഞാൻ, ഒരു ഭാഗത്ത് നിങ്ങൾ. ഇരുന്നുകൊണ്ട് കളിക്കാവുന്ന ഗെയിമാണ് കേട്ടോ. പിന്നെ ക്രിക്കറ്റ് ഗെയിമാണ്. രണ്ടാമത്തെ പോയിന്റ്, എനിക്കോ നിങ്ങൾക്കോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആർക്ക് വേണം സ്റ്റാർട്ട് ചെയ്യാം. ഐദർ മീ ഓർ യു ക്യാൻ സ്റ്റാർട്ട് ദ ഗെയിം. എനിക്കോ നിങ്ങൾക്കോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കണ്ടീഷൻ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്ന ആള് 1 അല്ലെങ്കിൽ 2 മാത്രമേ പറയാവൂ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് രണ്ട് കാര്യം പറയാൻ പറ്റുള്ളൂ. ഐദർ ഹി ക്യാൻ സേ 1 ഓർ ഹി ക്യാൻ സേ 2. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു, 1 അല്ലെങ്കിൽ 2 പറയാം, ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ 1 പറഞ്ഞു കേൾക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിലൂടെ 1 or 2 ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ 1 പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. 2 പറയാം അല്ലെങ്കിൽ 3 പറയാം. പിന്നെ നിങ്ങൾ 3 പറഞ്ഞു കേൾക്കുക. വീണ്ടും എനിക്കാണ് ഗെയിം. 1 or 2 ആഡ് ചെയ്യാം. നിങ്ങൾ 3 പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? 4 പറയാം അല്ലെങ്കിൽ 5 പറയാം. ഞാൻ 4 പറഞ്ഞു, എനിക്ക് എന്ത് പറയാം? 5 പറയാം അല്ലെങ്കിൽ 6 പറയാം. നിങ്ങൾ 6 പറഞ്ഞു, എനിക്ക് എന്ത് പറയാം? 7 പറയാം, 8 പറയാം. ഇങ്ങനെ ആരാണോ ആദ്യം 20 പറയുന്നത് അവർ വിജയിച്ചു. ക്ലിയർ? ഗെയിം എന്ന് പറയാം. എനിക്കോ നിങ്ങൾക്കോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് 1 അല്ലെങ്കിൽ 2 മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് പാർട്ടിക്ക് അതിലൂടെ 1 or 2 ആഡ് ചെയ്യാം. ഇങ്ങനെ 1 or 2 ആഡ് ചെയ്തിട്ട് ആരാണോ ആദ്യം 20 പറയുന്നത് അയാൾ വിജയിക്കും. ക്ലിയർ? ഒരു ട്രയൽ നോക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, 2 പറഞ്ഞു. നിങ്ങൾ 4, ഞാൻ 6. ട്രയലാണ്. ഞാൻ 6 ആണ്. നിങ്ങൾ 8, ഞാൻ 10. നിങ്ങൾ 12, ഞാൻ 14. നിങ്ങൾ 16, ഞാൻ 18, 20. നിങ്ങൾ ജയിച്ചു. ഇത് ട്രയലാണ്. കളി മനസ്സിലല്ലേ? കളി മനസ്സിലായി പറയാം. ട്രയലാണ്. നീ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ? ഹു വിൽ സ്റ്റാർട്ട് ഫസ്റ്റ്? ഞാൻ സ്റ്റാർട്ട് ചെയ്തു 1. നിങ്ങൾ 2 അല്ലേ? നിങ്ങൾ 2, ഞാൻ 3. നിങ്ങൾ 4, ഞാൻ 6. നിങ്ങൾ 8, ഞാൻ 9. നിങ്ങൾ 10. നിങ്ങൾ എത്രയാണ്? 10. നിങ്ങൾ 10, ഞാൻ 11. നിങ്ങൾ 13, ഞാൻ 14. നിങ്ങൾ 16, ഞാൻ 17. നിങ്ങൾ 19, ഞാൻ 20. വൺസ് അഗെയിൻ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ? ഹു വിൽ സ്റ്റാർട്ട് ഫസ്റ്റ്? ഞാൻ സ്റ്റാർട്ട് ചെയ്തു 1. നിങ്ങൾ 2, ഞാൻ 4. നിങ്ങൾ 6, ഞാൻ 8. നിങ്ങൾ 10 അല്ലേ? നിങ്ങൾ 10, ഞാൻ 11. നിങ്ങൾ 12, ഞാൻ 14. 1-5 ആണോ 1-6 ആണോ? നിങ്ങൾ 1-5, ഞാൻ 1-7. നിങ്ങൾ 1-8, ഞാൻ 20. അതാണ് ബുദ്ധി ഉപയോഗിക്കണം പറയുന്നത്. യെസ്, വൺസ് അഗൈൻ, ഹു വിൽ സ്റ്റാർട്ട് ഫസ്റ്റ്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? നിങ്ങൾ 2, ഞാൻ 4. ഞാൻ 4 ആണ്. നിങ്ങൾ 6, ഞാൻ 8. നിങ്ങൾ 10, ഞാൻ 11. നിങ്ങൾ 12 ആണോ 13 ആണോ? 13. നിങ്ങൾ 13, ഞാൻ 14. ഞാൻ 14. നിങ്ങൾ 16, ഞാൻ 17. ഞാൻ 17. പോയി. മൂന്നാമത് പോയി തോറ്റു. 4ാമത് കഴിഞ്ഞു. സമയമില്ലാത്തതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്. നല്ലോണം ബുദ്ധി ഉപയോഗിച്ചോ. നിങ്ങൾ കളിക്കണോ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണോ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? 17 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് 1 or 2 സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. 1 or 2 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 1, ഞാൻ 2. നിങ്ങൾ
3 ആണോ? നിങ്ങൾ 3 ആണോ? നിങ്ങൾ 3, ഞാൻ 5. 5 പറഞ്ഞാൽ 8 പറയാൻ പറ്റില്ല, 1 or 2 പറയാൻ പറ്റുള്ളൂ. ഞാൻ 5 നിൽക്കുകയാണ്, 5. നിങ്ങൾ 7 ഉറപ്പിച്ചോ? നിങ്ങൾ 7, ഞാൻ 8. നിങ്ങൾ 9 ഉറപ്പിച്ചോ? നിങ്ങൾ 9, ഞാൻ 11. നിങ്ങൾ ആലോചിച്ചോട്ടെ, നീ ചാടിക്കത് പറയണ്ട, അവർ ആലോചിക്കോട്ടെ. ഞാൻ 11 നിൽക്കുകയാണ്, ആലോചിച്ചോ? 13 ഉറപ്പിച്ചോ? നിങ്ങൾ 13, ഞാൻ 14. ഞാൻ 14 ആണ്, നിങ്ങൾ തീരുമാനിച്ചോ? 15, 1 5, നിങ്ങൾ 15. നിങ്ങൾ 16, ഞാൻ 17. 17 പറഞ്ഞാൽ പോയി മക്കളെ, ഞാൻ 17. 4 പ്രാവശ്യം കളിച്ചു. ഒരാൾക്കും ഇതിന്റെ എന്തെങ്കിലും സീക്രട്ട് മനസ്സിലായോ? എന്താ മനസ്സിലായത്? സീക്രട്ട് മനസ്സിലായോ? മനസ്സിലായി? എന്നാ പറഞ്ഞോളെ, കുഴപ്പമില്ല, പറഞ്ഞോളെ. "17" പറയാൻ പറ്റിയാൽ ജയിക്കും. വെരി ഗുഡ്. അതിന് മുമ്പ് 14 പറയണം, അതിന് മുമ്പ് 11 പറയണം, അതിന് മുമ്പ് 8 പറയണം, 5, അതിന് മുമ്പ് 2 ആദ്യം പറഞ്ഞ ഒരു പാറ്റേൺ ആണ്. 2, 5, 8, 11, 14, 17, 20. ക്ലിയർ ആയോ? അപ്പോൾ 17 കിട്ടിയാൽ ജയിക്കും. ഈ കളി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 17 കിട്ടിയാൽ ജയിക്കും, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ലക്ഷ്യം 20 ആണ്. ഇതാണ് ലക്ഷ്യം, ഇവിടെയാണ് 20. ഇത് 20 ആണ് എത്തേണ്ട സ്ഥലം. അത് 20 ആലോചിച്ചാൽ മതിയോ? പോരാ, അത് 17 പ്ലാൻ ചെയ്യണം. 17 ആലോചിച്ചാൽ 20 എത്താൻ പറ്റും. 17 എത്താൻ എന്ത് ചെയ്യണം? 14 പ്ലാൻ ചെയ്യണം. 14 പ്ലാൻ ചെയ്താൽ 17 ചവിട്ടി 20 പഠിച്ച് എഴുതാം. സൈക്കോളജിക്കൽ ഗെയിമാണ്, വെറുതെ കളിച്ചാലല്ല. 14 കിട്ടാൻ എന്ത് കിട്ടണം? അത് 11 പ്ലാൻ ചെയ്യണം. ഇവിടെത്തി 11 പ്ലാൻ ചെയ്യണം. 11 കിട്ടാൻ എന്ത് ചെയ്യണം? അത് 8 പ്ലാൻ ചെയ്യണം. 8 കിട്ടാൻ എന്ത് ചെയ്യണം? അത് 5 പ്ലാൻ ചെയ്യണം. 5 കിട്ടാൻ എന്ത് ചെയ്യണം? അത് 2 പ്ലാൻ ചെയ്യണം. അപ്പോൾ 2 ചവിട്ടി, 5 ചവിട്ടി, 8 ചവിട്ടി, 11 ചവിട്ടി, 14 ചവിട്ടി, 17 ചവിട്ടിയിട്ട് വേണം 20 എത്താൻ. 20 ആണ് ജീവിത ലക്ഷ്യം. ആ 20 എന്ന ജീവിത ലക്ഷ്യം പ്ലാൻ ചെയ്യുമ്പോൾ 20 ആലോചിച്ചാൽ പോരാ. ചോദ്യം, നിങ്ങൾക്കൊരു ജീവിത ലക്ഷ്യമുണ്ടോ? ഡു യു ഹാവ് എ വിഷൻ ഇൻ യുവർ ലൈഫ്? ജീവിത ലക്ഷ്യം ഉണ്ടോ? ആ ജീവിത ലക്ഷ്യനോട് പറയണ്ട, നിങ്ങളുടെ ജീവിത ലക്ഷ്യനോട് പറയണ്ട. ഞാനൊരു കാര്യം മാത്രം ചോദിക്കും, അത് മനസ്സ് കണ്ടാൽ മതി. ഉത്തരം പറയണ്ട. ഇന്നലെ രാവിലെ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേറ്റത് ഒന്ന് മനസ്സിനോട് ചോദിക്കുക. എണീറ്റ ശേഷമുള്ള 2 മണിക്കൂർ ഞാൻ എന്ത് ചെയ്തു എന്ന് മനസ്സിലാലോചിച്ചോ. ഇന്നലെ രാത്രി രാവിലെ എത്ര മണിക്ക് എണീറ്റു? എണീറ്റ ശേഷമുള്ള 2 മണിക്കൂർ എന്ത് ചെയ്തു? പിന്നുള്ള 2 മണിക്കൂർ എന്ത് ചെയ്തു? പിന്നുള്ള 2 മണിക്കൂർ എന്ത് ചെയ്തു? അങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉറങ്ങണ വരെ എന്ത് ചെയ്തു? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇന്നലെ രാവിലെ എത്ര മണിക്ക് എണീറ്റു? എണീറ്റ ശേഷം 2 മണിക്കൂർ എന്ത് ചെയ്തു? പിന്നുള്ള 2 മണിക്കൂർ എന്ത് ചെയ്തു? പിന്നുള്ള 2 മണിക്കൂർ എന്ത് ചെയ്തു? അങ്ങനെ അങ്ങനെ കൂട്ടി ഉറങ്ങണ വരെ സമയത്ത് എന്ത് ചെയ്തു? ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തോ. എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. എടുത്തോ? കൂട്ടിയോ? ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ശരിക്കും ഇന്നലെ എത്ര മണിക്കൂർ വേസ്റ്റായി? ശരിക്കും ഇന്നലത്തെ ലൈഫിനെ ഒന്ന് ഓഡിറ്റ് ചെയ്താൽ, ഇഫ് യു ആർ അനലൈസിങ് ദ ലൈഫ് ഓഫ് യെസ്റ്റർഡേ, ഇന്നത്തെ ലൈഫിനെ എടുത്താൽ എത്ര മണിക്കൂർ വേസ്റ്റായി? ചോദിക്കട്ടെ, എത്ര മണിക്കൂർ വേസ്റ്റായി? ഫുൾ ടൈം വേസ്റ്റ്, ഫുൾ വേസ്റ്റ് ചോദിക്കണ്ട. ഫുൾ വേസ്റ്റ് ഒക്കെ ഫുൾ വേസ്റ്റ് ആണല്ലോ. വേസ്റ്റ് ഇല്ല, ഫുള്ളാണ്. ഓക്കെ,
ഫുൾ വേസ്റ്റ് ആണ്. മോനെ എത്ര മണിക്കൂർ വേസ്റ്റ് ആയിരുന്നല്ലേ? എത്ര? 3 മണിക്കൂർ. 3 മണിക്കൂർ വേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ആരോടും ചോദിക്കാം, ഇത് എങ്ങനെയുണ്ട് സ്ഥിതി? ഫുൾ വേസ്റ്റ് ആണ് അവിടെ. ഇന്നത്തെ ലൈഫ് ഫുൾ വേസ്റ്റ് ആണ്. ഫുൾ വേസ്റ്റ്, ഫുള്ള്. ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല, അങ്ങനെ ചോദിക്കാം. ഫുൾ വേസ്റ്റായി ഇന്നത്തെ ലൈഫ് ഫുൾ വേസ്റ്റായി എന്ന് തോന്നുന്നത് കൈ നോക്കിയേ. ചോദിക്കാൻ സമയമാണ്. ഇന്നത്തെ ലൈഫ് ഫുൾ വേസ്റ്റായി എന്ന് തോന്നുന്നവരൊന്ന് കൈ പൊക്കിയേ. ഇല്ല. ഇത്രേ ഉള്ളൂ. ഒരു 10 മണിക്കൂറൊക്കെ വേസ്റ്റായി, കൈ പൊക്കിയേ. 10 മണിക്കൂർ. ഒരു 8 മണിക്കൂർ വേസ്റ്റായി, ഒരു 7 മണിക്കൂർ വേസ്റ്റായി, ഒരു 6 മണിക്കൂർ വേസ്റ്റായി, 5 മണിക്കൂർ വേസ്റ്റായി. ശരി, ഇനി അപ്പോൾ എനിക്ക് മനസ്സിലായി, വേസ്റ്റിൻ്റെ കണക്ക് കിട്ടി. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്, ആത്മാർത്ഥമായി പറയണം, എങ്ങനെയാണ് വേസ്റ്റായത്? ക്ലിയർ? ഇന്നത്തെ ലൈഫ് വേസ്റ്റായി, 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ വേസ്റ്റായി എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, എങ്ങനെയാണ് വേസ്റ്റായത് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കാൻ സമയമില്ല, എല്ലാവരും ചോദിക്കാൻ സമയമില്ല. 200ഓളം ആളുകളുണ്ട്, നമുക്കൊരു 6:50 അവസാനിപ്പിക്കണം. 6:25. എങ്ങനെയാണ് വേസ്റ്റായത്? ഉറങ്ങിയിട്ട് 1, വെറുതെ ഇരുന്നിട്ട് 2, കളിച്ചിട്ട് 3, ഫോണ് 4, ഫോണ് കളി. എന്താ വേസ്റ്റായത്? വെറുതെ ഇരുന്നിട്ട്, കിടന്നുറങ്ങിയിട്ട്. ഓക്കെ, മക്കളെ പെൺകുട്ടികളെ ഭാഗത്ത് ചോദിക്കട്ടെ, എങ്ങനെ വേസ്റ്റായത്? ഫോണ്, ഉറങ്ങി, ഫോണ്, ഉറക്കം, ഫോണ്, ഉറക്കം. പറഞ്ഞോ? ഫോണ്, ഉറക്കം, ഫോണ്, ഉറക്കം, ഫോണ്. എന്താ മോളെ? ഉറക്കം, ഫോണ്. വേസ്റ്റ് ഇല്ല, പോട്ടെ. യെസ്, ഫോണ്. മതി, മനസ്സിലായി. യെസ്, ഒന്നിന് ടിപ്പ് മാത്രം പറയാം. കൂടുതൽ ആളുകൾക്ക് സമയം വേസ്റ്റ് ചെയ്തത് ഫോണാണ്, പിന്നെ ഉറക്കമാണ്, പിന്നെ മടിയാണ്, പിന്നെ വെറുതെ ഇരിക്കലാണ്. ഞാൻ എല്ലാം കൂടി പറയാൻ സമയമില്ല, ഫോണിൻ്റെ മാത്രം പറയട്ടെ. ഫോണ് കൈകാര്യം ചെയ്യാൻ പറഞ്ഞോ? ഫോണ് കൺട്രോൾ ചെയ്യാൻ ടിപ്പ് വേണോ? ഫോണിൻ്റെ അഡിക്ഷൻ ഒഴിവാക്കാൻ ടിപ്പ് വേണോ? 6:25 6 ക്ലാസ് അവസാനിപ്പിക്കണം. അതുകൊണ്ട് നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം തരാം, അല്ലെങ്കിൽ അടുത്തേ പോട്ടെ. വേണം. യെസ്, ചെറിയ ടിപ്പ്. ഒന്നാമത് കാര്യം, ഫസ്റ്റ് 21 ഡേയ്സ് പ്രയോഗിക്കണം. 21 ഡേയ്സ് പ്രയോഗിക്കണം. ഇതിൻ്റെ പേര് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. മൊബൈലുണ്ട്, യൂട്യൂബിലുണ്ട്. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഡേ രാവിലെ എണീറ്റാൽ 1 മണിക്കൂർ ഉപയോഗിക്കാതിരിക്കുക ഫോണ്. ഫസ്റ്റ് ഡേ മാത്രം. ചലഞ്ചാണ്, 21 ഡേയ്സ് ചലഞ്ചാണ്. രാവിലെ എണീറ്റാൽ നോ മൊബൈൽ ഫോൺ ഡ്യൂറിങ് ദ ഫസ്റ്റ് അവർ ഓഫ് ദി ഡേ. ക്ലിയർ? സെക്കൻഡ് ഡേ രാവിലെ എണീറ്റാൽ മൊബൈൽ ഉപയോഗിക്കാം. നോ മൊബൈൽ ഫോൺ ഡ്യൂറിങ് ദ ലാസ്റ്റ് 1 hour ഓഫ് ദി ഡേ. ഉറങ്ങുന്ന 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കില്ല. അപ്പോൾ ഉറങ്ങുന്ന 1 മണിക്കാണെങ്കിൽ 12 to 1 ഉപയോഗിക്കില്ല, രാവിലെ ഉപയോഗിക്കാം. ഫസ്റ്റ് ഡേ ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ഡേ 21 ഡേയ്സ് ആണ്. ഫസ്റ്റ് ഡേ രാവിലെ എണീറ്റാൽ 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കില്ല. സെക്കൻഡ് ഡേ രാത്രി 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കില്ല. തേർഡ് ഡേ, ഇതിപ്പോൾ മൊബൈൽ ലോക്കാണ്, എൻ്റെ മൊബൈൽ ലോക്കാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ പേരിൽ വെച്ചു, ഇപ്പോൾ അൺലോക്കായി, കാണാലോ? ഇതിന് പറയുന്ന പേരാണ് ലോഗിൻ ലിമിറ്റ്. ഇപ്പം ഞാൻ ഒരു വട്ടം ലോക്കുള്ള മൊബൈലിനെ അൺലോക്ക് ചെയ്തു, അപ്പോൾ 1 ആയി. മാക്സിമം ലോഗിൻ ലിമിറ്റ് 30. ഒരു ദിവസം മാക്സിമം 30 തവണയെ മൊബൈൽ തുറക്കുള്ളൂ. മാക്സിമം ലോഗിൻ ലിമിറ്റ് 30. ഇനി ലോക്ക് ചെയ്യാത്ത മൊബൈലാണെങ്കിലോ ഒരു വട്ടം മൊബൈൽ എടുത്ത് നോക്കിയാൽ 1. അങ്ങനെ മാക്സിമം 30. തേർഡ് ഡേ. ഫോർത്ത് ഡേ യൂട്യൂബ് മാക്സിമം 1 hour. ഫിഫ്ത്ത് ഡേ റീൽസ് മാക്സിമം 1 hour. സിക്സ്ത് ഡേ ഇൻസ്റ്റ മാക്സിമം 1 hour. സെവൻത്ത് ഡേ ഇതെല്ലാം ചെയ്യാം ഫുൾ ഫ്രീ. സെവൻത്ത് ഡേ നിങ്ങൾ ഉപ്പാനോട് പറഞ്ഞിട്ട് ചെറിയ ഗിഫ്റ്റ് വാങ്ങിച്ചോ, ഒരു അൽഫാം വാങ്ങി തരാൻ വേണ്ടി പറയും. സെവൻത്ത് ഡേ ഞാൻ 6-7 ദിവസം വരെയുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഓക്കെ. സെക്കൻഡ് വീക്ക് രാവിലെ 1 മണിക്കൂർ മൊബൈൽ ഫോൺ നോക്കൂല, 1.5 മണിക്കൂർ. സെക്കൻഡ് ഡേ
രാത്രി 1 മണിക്കൂർ മൊബൈൽ ഫോൺ നോക്കുകയുള്ള 1.5 മണിക്കൂറാക്കി. ലോഗിൻ ലിമിറ്റ് 30 ഉള്ളത് 25 ആക്കി. യൂട്യൂബ് 1 മണിക്കൂറുള്ളത് 45 മിനിറ്റ് ആക്കി. റീൽസ് 1 മണിക്കൂറിൽ 45 മിനിറ്റ്സ് ആക്കി. ഇൻസ്റ്റ 1 മണിക്കൂറിൽ 45 മിനിറ്റ്സ് ആക്കി. 14ാമത്തെ ദിവസം ഫുൾ ഫ്രീ. അന്ന് അൽഫാം വാങ്ങിച്ചോളേ. സെക്കൻഡ് വീക്ക് കഴിഞ്ഞു. തേർഡ് വീക്ക് രാവിലെ എണീറ്റാൽ 2 മണിക്കൂർ മൊബൈലില്ല. സെക്കൻഡ് ഡേ രാത്രി ഉറങ്ങുന്ന 2 മണിക്കൂർ മൊബൈലില്ല. തേർഡ് ഡേ ലോഗിൻ ലിമിറ്റ് 20. ഫോർത്ത് ഡേ പിന്നെ യൂട്യൂബ് മാക്സിമം 30 മിനിറ്റ്സ്. ഫിഫ്ത്ത് ഡേ റീൽസ് മാക്സിമം 30 മിനിറ്റ്സ്. സിക്സ്ത് ഡേ ഇൻസ്റ്റ മാക്സിമം 30 മിനിറ്റ്സ്. സെവൻത്ത് ഡേ ഫുൾ ഫ്രീ. ഇതാണ് പാക്കേജ്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ നല്ല പ്രയാസമാണ്. കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാനും വൈഫും മക്കളും, നിങ്ങൾ കുറേ പേര് വീട്ടിലെല്ലാം കൂടി ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ 21 ഡേയ്സ് ചെയ്താൽ മൊബൈലിന് അഡിക്ഷൻ ഉണ്ടാവില്ല. എൻ്റെ മൊബൈലിൽ ഇന്ന് ഞാൻ പോക്കറ്റിൽ മൊബൈലുണ്ട്. ഇതിലേക്ക് വന്ന ഒരു 5-6 കോൾ ഒഴിച്ച്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് 1-2 കോൾ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. വല്ല മെസ്സേജ് അയക്കാനോ കോൾ ഉപയോഗിക്കാനോ അല്ലാതെ. പക്ഷെ നിങ്ങളുടെ ഫോൺ എടുത്താൽ മിനിമം 6.5 മണിക്കൂർ 8 മണിക്കൂറോ കാണും ഉറപ്പ്. കാരണം ഡിജിറ്റോക്സ് പഠിച്ചിട്ടില്ല, ഡിജിറ്റോക്സ് പഠിച്ചു. അപ്പോൾ ആവശ്യത്തിന് ഫോൺ ആവശ്യമാണ്, ഫോൺ ഒഴിവാക്കണ്ട. പക്ഷേ ഫോൺ നമ്മൾ കൺട്രോൾ ചെയ്യണം, ഫോണിനെ നമ്മൾ കൺട്രോൾ ചെയ്യണ്ട. അങ്ങനെ ചെയ്താൽ ലൈഫിൽ വൈബായിരിക്കും, ലൈഫ് അടിപൊളിയായിരിക്കും. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് അയക്കണം, ഫോൺ മാറ്റി വെച്ചുകൊണ്ടല്ല. എന്നാൽ ഫോൺ ഇതൊക്കെ നമ്മുടെ അടിമയാണ്, ഈ ഉപകരണങ്ങളൊക്കെ നമ്മുടെ അടിമയാണ്. എന്നാൽ നമ്മൾ ഈ ഉപകരണത്തിന് അടിമയാവരുത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഭയങ്കര രസമാണ്, ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ. അദ്ദേഹം കഴിഞ്ഞ 2024 നോമ്പിന് പള്ളി ചെയ്ത പ്രസംഗമായിരുന്നു. ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ പോരുമ്പോൾ മൊത്തം കേട്ടു ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. അപ്പോൾ ഇത് ഞാൻ ഇത്ര 1 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് ആ സ്പീച്ച് 1 മണിക്കൂറും 10 മിനിറ്റ് കറക്റ്റ് ഇവിടെത്തുമ്പോൾ അവസാനിച്ചത്. ഉപയോഗിക്കാതെ നല്ല സാധനമാണ്. യെസ്, അപ്പോൾ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ എന്ന സാധനം ഉണ്ട്, പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ട് അത് 10 മിനിറ്റ് എടുക്കും. 6 ആയി, 6:35, 36 ആകുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. 38-നോ 39-നോ ബാങ്കാണ് അല്ലേ? 6:27 ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇടയിൽ പോകാൻ പാടില്ല, ഇടയിൽ വരാൻ പാടില്ല, ഇടയിൽ മൊബൈൽ നോക്കാൻ പാടില്ല. ഇരിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കണം. ഇരുന്നിട്ട് കാലുകൾ നേരെ വെക്കണം. 2 കൈകളും കാലിൻ്റെ മുട്ടിനോട് ചേർത്ത് വെക്കണം. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ശ്വാസം നിയന്ത്രിച്ചിട്ട് കണ്ണടച്ച് ചെയ്യുന്ന ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനാണ്. ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഫ്രീ ആകുമ്പോഴൊക്കെ ചെയ്യാവുന്ന സാധനമാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഓക്കെ, പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഏതെങ്കിലും കാരണവശാൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് അച്ചടക്കത്തോടെ ഇരിക്കാൻ പറ്റില്ല, വിഷമിക്കണ്ട, മറ്റുള്ള ശല്യം ഉണ്ടാക്കാൻ മതി കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഞാൻ നല്ല സ്പീഡിലാണ് ഇത് ചെയ്യുന്നത്, 200ഓളം ആളുകൾക്ക് ഒന്നിച്ച് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2-3 ആൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രശ്നമില്ല, സൗണ്ട് ഉണ്ടാക്കാൻ മതി. ഓക്കെ, പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടക്കൂ. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചോളൂ. ദീർഘമായി ശ്വാസം എടുക്കുക. കുറച്ച് നേരം ശ്വാസം ഹോൾഡ് ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തോളൂ. ദീർഘമായി ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ 20 നിലയുള്ള ഒരു ലിഫ്റ്റ് താഴേക്ക് ഇറങ്ങാണ്. 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ കാൽപാദങ്ങളിലാണ്. കാൽപാദങ്ങൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു, കാൽപാദങ്ങൾ പൂർണ്ണമായും അയച്ചുവിടുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ കാൽമുട്ടുകളിലാണ്. കാൽമുട്ടുകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു, കാൽമുട്ടുകൾ പൂർണ്ണമായും അയച്ചുവിടുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ തൈ മസിലാണ്, തുടമസിലാണ്. തൈ മസിലുകൾ പൂർണ്ണമായും അയച്ചുവിടുന്നു, തൈ മസിലുകൾ റിലാക്സ് ചെയ്യുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ നിങ്ങൾ വയറാണ്, സ്റ്റൊമക്കാണ്.
സ്റ്റൊമക്ക് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ ചെസ്റ്റാണ്, നെഞ്ചാണ്. ചെസ്റ്റ്, നെഞ്ച് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ കഴുത്തിലാണ്, കഴുത്ത് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ മുഖമാണ്, മുഖം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ നിങ്ങളുടെ കൈമുട്ടുകളും കൈവിരലുകളുമാണ്, കൈമുട്ടുകളും കൈവിരലുകളും റിലാക്സ് ചെയ്യുന്നു. ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു. മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അവരൊക്കെ പുറത്തു കൊടുക്കുന്നു. ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുന്നു, ആ ദേഷ്യം മാറുന്നു. നിങ്ങൾ പുറത്തു കൊടുക്കുന്നത് അയാൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വളരാൻ വേണ്ടിയാണ്, നിങ്ങൾ ഉയരാൻ വേണ്ടിയിട്ടാണ്. ഫോർഗിവ്നെസ് ആണ്. നിങ്ങൾക്ക് ദേഷ്യമുള്ള ആരെങ്കിലും ഉണ്ടാവും, അയാൾക്ക് പൂർണ്ണമായും പുറത്തു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ മനസ്സിൽ കാണുന്നു, അവർക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടം കൊടുക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിങ്ങൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ മനസ്സിൽ കാണുന്നു, അവർക്ക് പൂർണ്ണമായും ഇഷ്ടം കൊടുക്കുന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ, ഈ ഭൂമിയിൽ ജീവിതം തന്നതിന്, പഠിക്കാൻ സമ്മതിച്ചതിന്, വീട് കിട്ടിയതിന്, പാപ്പാനും ഉമ്മാനും കിട്ടിയതിന്, ആരോഗ്യം കിട്ടിയതിന്, ഭക്ഷണം കിട്ടിയതിന്, ക്യാൻസർ ഇല്ലാത്തതിന്, ഗസയിൽ പോയിട്ട് പിടയാത്തതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ. നിങ്ങൾ ആദ്യ ക്ലാസ്സിൽ പഠിപ്പിച്ച, LKGയിലോ 1-ാം ക്ലാസ്സിലോ പഠിപ്പിച്ച അധ്യാപകനെ ഓർക്കുന്നു. ആ ആദ്യ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ മുതൽ മുഴുവൻ അധ്യാപകരെയും മനസ്സിലോർക്കുന്നു. അവരോടെല്ലാം നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച എത്രയോ അധ്യാപകരുണ്ടാവും, ആ അധ്യാപകരോടെല്ലാം നന്ദി പറയുന്നു. നിങ്ങളുടെ വളർച്ചയിൽ എവിടെയെങ്കിലുമൊക്കെ അവർ സ്വാധീനിച്ചിട്ടുണ്ടാവും. മദ്രസയിലോ പള്ളിയിലോ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കെല്ലാം മനസ്സുകൊണ്ട് നന്ദി പറയുന്നു. അടുത്ത അല്പം പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾ ഉപ്പാക്ക് നന്ദി പറയുന്നു. ഉപ്പാൻ്റെ സ്നേഹം പൊതുവെ കേൾക്കൂല, ഉമ്മാൻ്റെ സ്നേഹം കേൾക്കും. ഉപ്പാൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹമാണ് ഉപ്പാൻ്റെ സ്നേഹം. ഈ ഇരിക്കുന്ന MRC രണ്ടത്താണിയിൽ നമ്മളൊരു 4-5 മണിക്കൂർ ഇരിക്കുമ്പോൾ 1 മിനിറ്റ് ഉപ്പാക്ക് നന്ദി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഉപ്പാക്ക് മനസ്സുകൊണ്ട് പൂർണ്ണമായും നന്ദി പറയുന്നു. 1 മിനിറ്റ് ഉപ്പാക്ക് നന്ദി പറയാൻ വേണ്ടി മാറ്റിക്കുന്നു. ഞാനൊന്നും സംസാരിക്കുന്നില്ല. 1 മിനിറ്റുകൾ ഉപ്പാക്ക് നന്ദി പറയാം. കാരണം ഉപ്പാക്ക് നന്ദി പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടാവില്ല. ഉപ്പാക്ക് നന്ദി പറയാൻ വേണ്ടി മാറ്റി. സഹനത്തിൻ പൊന്നാണുപ്പ, അഴകുള്ളോരലിവാണുപ്പ, ജീവന്റെ ജീവനുപ്പ, സ്നേഹക്കടലാണുപ്പ, സഹനത്തിൻ പൊന്നാണുപ്പ, അഴകുള്ള അലിവാണുപ്പ, ജീവന്റെ ജീവനുപ്പ. രോഗങ്ങൾ മാറ്റിവെച്ച് മക്കൾക്കായി ഓടിയുപ്പ, പട്ടിണി മാറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തോപ്പ, കണ്ടില്ലേൽ കൽബാകത്ത് വേദനയേറുന്നുപ്പ, കണ്ടാലോ ഹൃത്തിനുള്ളിൽ ആനന്ദം കൊള്ളുമുപ്പ,
ഇനി ഒരു മിനിറ്റ് ഉമ്മാക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ വിശദീകരണം വേണ്ട, വ്യാഖ്യാനം വേണ്ട. നിങ്ങൾ ലൈഫിൻ്റെ, ഹൃദയത്തിൻ്റെ, ജീവിതത്തിൻ്റെ, ശരീരത്തിൻ്റെ ഭാഗമായ, നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ല ജീവിതത്തിൽ ഇന്നേ വരെ, പക്ഷേ ഈ സെഷനിൽ നമ്മൾ നന്ദി പറയുന്നു ഉമ്മാക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഉമ്മാക്ക് നന്ദി പറയുന്നു. നേരിട്ട് നന്ദി പറയാൻ മടിയായിരിക്കും. ഇവിടെ ഈ സദസ്സിൽ ഈ ഇരുന്നു കൊണ്ട് ഒരു മിനിറ്റ് നമ്മൾ ഉമ്മാക്ക് വേണ്ടി നന്ദി പറയുന്നു. ഒരു ഉമ്മയെ സ്മരിക്കുന്നു, ഉമ്മാക്ക് വേണ്ടി നന്ദി പറയുന്നു. ഒരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ. ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ഒരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും. ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിൽ കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ള നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിൽ കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് ഉള്ള നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണെന്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ദീർഘമായി ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് 4 or 5 times. 4-5 തവണ ദീർഘമായി ശ്വാസം എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. 4-5 തവണ ചെയ്ത ശേഷം യു ക്യാൻ സ്ലോലി ഓപ്പൺ യുവർ ഐസ്. കണ്ണ് തുറക്കാം. കണ്ണ് തുറന്ന ശേഷം കൈകൾ കൂട്ടി തിരുമ്മിയിട്ട് മുഖത്ത് വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. MRC ഭാരവാഹി KC അബ്ദുൽ മജീദ് സാഹിബ് ഇദ്ദേഹത്തിനുള്ള സമ്മാനം കൊടുത്തു. വളരെ മെമ്മറബിളായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്ന അനീസാറിന് നന്ദി പറയുന്നു. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും അച്ചടക്കത്തോടു കൂടി, മനസ്സാന്നിധ്യത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി പള്ളിയിൽ പോയി ഈ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള ഒരു നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഗൗരവത്തോടെ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ സ്വർഗത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തിരക്ക് കൂട്ടാതെ എല്ലാവരും തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു.